രസകരമായി ചോദിച്ചതുകൊണ്ടാണ്. അതിനുശേഷം ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പാർട്ട്ണർ വാണിയോട് പറഞ്ഞു, നീ ചമ്പക്കര മാർക്കറ്റിൽ പോയി ഒന്ന് കുറച്ച് കരിമീൻ മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറുത്ത് കഴിച്ചിട്ടാണ് ആ ലോകത്തോട് വിട പറയുന്നത്. അതുവരെ വെജിറ്റേറിയൻ ആണല്ലോ. നമ്മൾ വ്യവസ്ഥയ്ക്കുള്ളിലാണെന്ന് പറയുമ്പോൾ പോലും വ്യവസ്ഥയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഒരിക്കലും ഒരു അബ്രാഹ്മണ പൂജാരിയെ ക്ഷേത്ര വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മൃത്യുഞ്ജയ ഹോമം നടത്തി അസുഖം മാറുമായിരുന്നെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ആവശ്യമില്ലല്ലോ. എല്ലാ പഞ്ചായത്തിലും ഓരോ മൃത്യുഞ്ജയ ഹോമശാല തുടങ്ങിയാൽ മതി. ഈ ശത്രുസംഹാര ഹോമം നടത്തി ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിർത്തിയിലേക്ക് പട്ടാളക്കാർക്ക് പകരം മന്ത്രവാദികളെ വിട്ടാൽ മതിയല്ലോ. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയുന്നത്. ആരാണ് അതിഥി? ധർമ്മസൂത്രങ്ങളിൽ അതിഥിക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അതിഥിയെ നിർവചിച്ചിട്ടുണ്ട്. അതിഥി ശ്രോത്രിയനായ ബ്രാഹ്മണനായിരിക്കണമെന്നാണ് പറയുന്നത്. ശ്രോത്രിയനായ ഒരു ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി, അല്ലാത്ത ആരും അതിഥിയല്ല. അംബേദ്കറും ശങ്കരാചാര്യരെയും ഒരു റൂമിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന പോലെ ഇരുത്തിയാൽ ഇന്നത്തെ കാലത്ത് അവർ തമ്മിലുള്ള ഡിസഗ്രിമെൻസ് എല്ലാം അവർക്ക് അറിയാവുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഇരുന്നാൽ അവരെന്തായിരിക്കും സംസാരിക്കുക? അവർ തമ്മിലുള്ളൊരു ഏതെങ്കിലും മേഖലയിൽ അവർ യോജിപ്പ് കണ്ടെത്താൻ സാധ്യതയുണ്ടാവും. അത് എന്ത് ചെറുത്തുനിൽപ്പാണ് ഹിന്ദുത്വ രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത്? ആ നിലയ്ക്ക് നോക്കിയാൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടില്ലല്ലോ. നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി തവണ മാപ്പെഴുതി കൊടുത്ത് പ്രതിരോധിച്ച ചരിത്രമുള്ളത്. മാപ്പ് തരണം മാപ്പ് തരണം മാപ്പ് തരണമെന്ന് മാപ്പെഴുതിയ ആൾ വീരനായിട്ടിരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ചത്? എന്നെ സ്വതന്ത്രമാക്കിയാൽ ബ്രിട്ടീഷ് സർക്കാരിന് ഞാൻ വേണ്ട സേവനം ചെയ്തോളാം എന്ന് കത്തെഴുതിയ ഒരാൾ ജീവിച്ചിരിക്കുന്ന നാടാണ് ഇന്ത്യ. അവരുദ്ദേശിക്കുന്ന വൈദേശികർ ബ്രിട്ടീഷുകാരല്ല. അങ്ങനെ സാധാരണ നിഷ്കളങ്കമായിട്ട് ഒരു വീട്ടിലിരുന്ന് രാമായണം എന്ന പുസ്തകം വായിക്കുന്ന ഒരു അമ്മൂമ്മയോട് നമ്മൾ എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് കൺവേ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് നമ്മൾ അവരോട് സംവദിക്കാൻ കഴിയുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വലിയ രീതിയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നടക്കുന്നൊരു പ്രചാരണമാണ്. ആലുവ തന്ത്രവിദ്യാപീഠത്തെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ എല്ലാവരെയും പൂജാരിമാരാക്കാൻ നടത്തിയൊരു സ്ഥാപനമാണ്. എന്നിട്ട് എത്ര ദളിതരാണ് ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് പൂജ പഠിച്ചിറങ്ങിയത്? ഹിന്ദു മതത്തിൻ്റെ ടെക്സ്റ്റുകളെ വിമർശിക്കുകയും മറ്റ് ടെക്സ്റ്റുകളെ ആ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ബൈബിള് അടിമത്തത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് കാലം ഉപയോഗിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇസ്ലാമിലാണെങ്കിലും അതിൻ്റേതായ ചില ഹൈറാർക്കിയും ശ്രേണികളും എല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ഹിന്ദു മതത്തിലെ ടെക്സ്റ്റുകളെ മാത്രം സെലക്റ്റീവായി എടുത്ത് വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണം. ഞാൻ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ കീഴാളനാക്കുന്ന പ്രത്യയശാസ്ത്രം ഇതായതുകൊണ്ടാണ് ഞാനിതിനെ വിമർശിക്കുന്നത്. ഇതാണ് സുവ്യക്തമായ മറുപടി. എന്നെ, എൻ്റെ സമുദായത്തെ, എൻ്റെ ജനതയെ കീഴാളനാക്കുന്നു ഈ പ്രത്യയശാസ്ത്രം. നാരായണ ഗുരുസ്വാമികൾ ഇതിന് വളരെ കൃത്യമായ മറുപടി വളരെ മുമ്പ് തന്നെ നൽകിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, രാമരാജ്യത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. എന്നാൽ നല്ല രാമനെ പറ്റി നാരായണ ഗുരുവിന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ കോട്ടയത്ത് SNDPയുടെ വിശേഷാൽ യോഗം നടന്ന സന്ദർഭത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ രാമനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് സഹോദരൻ അയ്യപ്പനും പണ്ഡിറ്റ് CO കരുണാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് മദൻ മോഹൻ മാളവ്യയെ നേരിട്ടത്. താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ശ്ലോകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇത് വളരെ മനോഹരമാണെന്ന്, അല്ലെങ്കിൽ ഇത് നമ്മുടെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒന്നാണെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വരി, ഒരു വാചകം, ഒരു വാക്ക്? ആരെയും വെറുക്കാതിരിക്കുക, സംഘികളെയും വെറുക്കാതിരിക്കുക. അവർ വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ TS ശ്യാംകുമാറാണ്. ക്ഷേത്ര പൂജാരിയായിരുന്ന, സംസ്കൃത പണ്ഡിതനായ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ബുദ്ധിജീവിയും പ്രഭാഷകനുമായ ഡോക്ടർ ശ്യാംകുമാർ മതഗ്രന്ഥങ്ങളും അധികാരവും തമ്മിലുള്ള സവിശേഷമായ ബാന്ധവത്തെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് തൻ്റെ ബൗദ്ധിക ജീവിതം അത്രയും പരിശ്രമിച്ചു പോരുന്നത്.
മതാചാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സാമൂഹ്യ ശ്രേണികൾ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ചരിത്രാഖ്യാനങ്ങൾ സമകാലിക രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നത് എങ്ങനെ? തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയുള്ള നിരീക്ഷണവും വേറിട്ട ചിന്തകളുമായാണ് അദ്ദേഹം നമുക്ക് മുന്നിലെത്തുന്നത്. രാമായണം, കേരളത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം, ജാതി, ഹിന്ദുത്വ തുടങ്ങിയ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ചിന്തകരിലൊരാളായി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയിൽ നിന്നും സംസ്കൃത പണ്ഡിതനിലേക്കും പിന്നീട് സാമൂഹിക വിമർശകനിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ രാഷ്ട്രീയവും രാമായണത്തിൻ്റെ അനേകാർത്ഥങ്ങളും ഹിന്ദുത്വയും ഭരണഘടനാ ധാർമ്മികതയും വിമർശന പാഠങ്ങളുടെ അതിരുകൾ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നു. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറുമായുള്ള ദീർഘഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന. സ്വതന്ത്ര ഭാഷണങ്ങൾക്ക് സ്വതന്ത്ര പിന്തുണ കൂടിയേ തീരൂ. കോർപ്പറേറ്റ് പിന്തുണകളൊന്നുമില്ലാതെയാണ് ജസ്റ്റ് റൈറ്റ്സ് പോഡ്കാസ്റ്റ് ആരംഭിച്ചത്. ഗൗരവതരമായ പൊതുസംവാദങ്ങൾ ഇപ്പോഴും ആവശ്യമാണെന്ന് കരുതുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളിലും അഭ്യുദയകാംക്ഷികളിലും പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സെൻസേഷണലായ തലക്കെട്ടുകൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കും അപ്പുറം ആഴമുള്ള സംഭാഷണങ്ങളെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പോഡ്കാസ്റ്റ്. നിങ്ങളുടെ ഓരോ സംഭാവനയും ഇതിനെ നിലനിർത്തുവാനും വിപുലീകരിക്കുവാനും സഹായിക്കും. സംഭാവനകൾക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നിങ്ങൾക്ക് കാണാം. സഹകരിക്കുക. ഈ യാത്രയിൽ ചേർത്ത് നിർത്തിയതിന്, ചേർന്നു നിന്നതിന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് ഡോക്ടർ ശ്യാംകുമാറുമായുള്ള സംഭാഷണത്തിലേക്ക് കിടക്കാം. സ്വാഗതം ശ്രീ ശ്യാംകുമാർ. താങ്കളൊരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് ഈ ഒരു സംസ്കൃതത്തിൻ്റെയൊക്കെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോഴും ആ ക്ഷേത്ര പൂജാരിയായിട്ട് തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് എവിടെയായിരിക്കും എത്തി നിൽക്കുക എന്നുള്ളൊരു എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിൽ ആലോചിച്ചിട്ടില്ല. ആലോചിക്കാത്തതിന് കാരണം നമ്മളൊരു കാര്യം വിട്ടുപോകുന്നതാണല്ലോ. ഈ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, അഭിനവഗുപ്തൻ നാട്യശാസ്ത്രത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയ അഭിനവഗുപ്തൻ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഊർധ്വോർധ്വം ആരൂഹ്യതർത്ഥതത്വം ദീപശ്യതി ശ്രാന്തിം അവേദയന്തി. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിപ്പോവുക എന്നൊരു സങ്കല്പമാണ് അഭിനവഗുപ്തൻ പറയുന്നത്. അത് അറിവാർജിച്ച് മുകളിലേക്ക് കയറിപ്പോവുക. അപ്പം ആദ്യത്തെ അറിവിലായിരിക്കത്തില്ല നമ്മൾ പിന്നീടുണ്ടാവുക, ആ തിരിച്ചറിവിലായിരിക്കത്തില്ല പിന്നീടുണ്ടാവുക. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് അഭിനവഗുപ്തൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ക്ഷേത്രപൂജാരി ആയിരിക്കുന്ന ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ ഉള്ള ഈ ഭക്തിയുടെ വഴക്കങ്ങളും അതുപോലെ തന്നെ ഈ താന്ത്രികമായ കർമ്മങ്ങളുള്ള വിശ്വാസവും അതിൻ്റെ ഒരു അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ക്ഷേത്രാചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നു വരുന്നത്. പിന്നീട് ധാരാളം വായിക്കുകയും അതുപോലെ തന്നെ ധാരാളം പഠിക്കുകയൊക്കെ ചെയ്ത് ഒരു തിരിച്ചറിവുണ്ടാകുന്നതോടുകൂടി ആ സംഗതിയെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സന്യാസിയാകുന്നതിന് വേണ്ടി ശിവഗിരിയിൽ പോയൊരു സന്ദർഭം ഉണ്ട്. അപ്പോൾ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സന്യാസിയായാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ചില ഈ വിശ്വാസികളെ സംബന്ധിച്ചാണെങ്കിലും ചില കാര്യങ്ങൾ ഒരു സന്യാസിയായിട്ടിരുന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു കോട്ടാൻകൊട്ട് പ്രിവിലേജ് ഉണ്ടല്ലോ. അപ്പം ഭരണഘടനാ വിദഗ്ധനും നിയമപണ്ഡിതനുമായ പ്രൊഫസർ മോഹൻ ഗോപാൽ, അദ്ദേഹത്തോട് ഞാൻ ഈ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഈ കാര്യം പങ്കുവെക്കുക അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ശ്യാം ഒരു ബ്യൂറോക്രാറ്റ് ആകാനാണോ ആഗ്രഹിക്കുന്നത്? സന്യാസിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശ്യാം അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്? സന്യാസിയും ബ്യൂറോക്രാറ്റും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം ഇവരെല്ലാം അധികാരത്തെയും ഭരണത്തെയും നിയന്ത്രിക്കുകയും അതിൽ സ്ഥാനമാന പദവികൾക്ക് വേണ്ടി ഒക്കെ നിരന്തരം പ്രയത്നിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെയാണ് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. ഇത് എല്ലാ ഇന്ത്യയിലെ മുഴുവൻ സന്യാസിമാരെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യമല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. എങ്കിലും ഒരു വേള ഇത് ശരിയാണ് താനും. ഒരിക്കൽ നാരായണ ഗുരുസ്വാമികൾ സഹോദരൻ അയ്യപ്പനോട് ചോദിക്കുന്നുണ്ടല്ലോ, സഹോദരനോട് ഈ ശിവഗിരി മഠത്തിലേക്ക്
സന്യാസം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചാണ് സഹോദരനോട് നാരായണ ഗുരുസ്വാമികൾ ചോദ്യം ഉന്നയിച്ചത്. നീ സന്യസിക്കുമോ? അപ്പോൾ അയ്യപ്പൻ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, സ്വാമി എനിക്ക് പേടിയാകുന്നു എന്ന്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ സന്യസിക്കുകയും ശിവഗിരി മഠത്തിൻ്റെ ഒരു മഠാധിപതിയാകുകയും ചെയ്തിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് കടന്നു വന്ന നിമിഷങ്ങളിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനൊന്നും ചിലപ്പോൾ സാധ്യമല്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുക്തിവാദികളായിട്ട് കടന്നു വന്ന ചില ആളുകൾ യുക്തിവാദി രംഗത്ത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുകയും വീണ്ടും അവർ മതാത്മക വിചാരങ്ങളിലേക്ക് കടന്നു പോയതിനെ സംബന്ധിച്ച് വർത്തമാനകാലത്ത് തന്നെ പല ഉദാഹരണങ്ങളിലും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് ക്ഷേത്രപൂജാരിയിൽ നിന്ന് സംസ്കൃതമൊക്കെ പഠിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ സംസ്കൃതമൊക്കെ കാര്യമായി പഠിക്കുന്നുണ്ട്. പിന്നീട് അത് ഏത് പ്രായത്തിലാണ് ഈ സംസ്കൃതത്തിലേക്ക്? ഞാനൊരു 7ാം ക്ലാസ് മുതൽ തന്നെ സംസ്കൃതം ആഴത്തിൽ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പുരാണങ്ങൾ പഠിച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത്. പുരാണങ്ങൾ പഠിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവൻ ജ്യോതിഷവും തന്ത്രവും പഠിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ ഹരിപ്പാടുള്ള ഒരു നമ്പൂതിരി എടുത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ശിഷ്യപ്പെടുത്തുകയും തന്ത്രവും ജ്യോതിഷവും വാസ്തുവിദ്യയും വേദാന്തവും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത്. സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ സംസ്കൃതവും അല്ലെങ്കിൽ വേദങ്ങളും അതൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു പക്വതയിലേക്ക് എത്താറില്ല. എന്താണ് താങ്കളെ ഒരു ഇതിലേക്ക് നയിച്ചത്? എന്താണ് നയിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, അച്ഛൻ്റെ അമ്മ കുട്ടിയമ്മ, എൻ്റെ ചെറുപ്പത്തിലുള്ള എല്ലാ ഓർമ്മകളിലും ഈ അമ്മുമ്മയുടെ കഥ പറച്ചിലുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ധാരാളം കഥകൾ പറയും അമ്മുമ്മ, ഒരുപാട് കഥ. അമ്മുമ്മയ്ക്ക് അറിയാൻ വയ്യാത്ത കഥകളില്ല. അപ്പോൾ ഞാൻ ഈ കൃഷ്ണൻ്റെ കഥയാണെങ്കിലും മുഹമ്മദ് നബിയുടെ കഥയാണെങ്കിലും യേശുവിൻ്റെ കഥകളാണെങ്കിലും ആദ്യമായി കേൾക്കുന്നത് അമ്മുമ്മയിൽ നിന്നാണ്. അതുപോലെ ഭീമാപ്പള്ളിയെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത് അമ്മുമ്മയിൽ നിന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ചെറുപ്പകാലത്ത് നമ്മളിലേക്ക് കടന്നു വന്ന ഈ പുരാണ ഇതിഹാസ കഥകൾ നമ്മുടെ മൈൻഡിൽ വേറൊരു ലോകം സൃഷ്ടിക്കുമല്ലോ. നമ്മൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു മായിക ലോകം അമ്മുമ്മ നമ്മളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു പാരമ്പര്യമാവും, ആ കഥയുടെ ഒരു പാരമ്പര്യം, കഥ കേൾക്കുന്ന ഒരു പാരമ്പര്യം. ധാരാളമായിട്ട് കഥകൾ എല്ലാ ദിവസവും ഇങ്ങനെ കഥകൾ പറയും. ഈ കഥകൾ മുഴുവൻ പുരാണ കഥകളാണ്. ഈ പുരാണ കഥകൾ കേട്ട് 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 ഒരു ഭക്തിയുടെയും അത്ഭുതങ്ങളുടെയും മായിക ലോകത്ത് ഞാനങ്ങ് വീണു പോവുക ചെയ്യുന്നത്. അതാണ് പിൽക്കാലത്ത് ഈ സംസ്കൃത പഠനത്തിലേക്കും ക്ഷേത്രാചാരങ്ങൾ പഠിക്കുന്നതിലേക്കും തന്ത്രം പഠിക്കുന്നതിലേക്കൊക്കെ കടക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന് അടിത്തറയിട്ടത് അമ്മുമ്മയാണ്. ആദ്യമായിട്ട് താങ്കളുടെ മുമ്പിലെത്തിയ ഒരു സംസ്കൃത ഗ്രന്ഥം എന്ന് പറയാവുന്ന ഏതായിരിക്കും? ഞാൻ ഒരു സംസ്കൃത ഗ്രന്ഥമല്ല ആദ്യമായി വായിക്കുന്നത്. ഞാൻ ഏറ്റവും ആദ്യമായി വായിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട. എൻ്റെ മനസ്സിലുള്ള ഒരു ഏറ്റവും പഴയ ഓർമ്മ അതാണ്. ആദ്യമായിട്ട് വീട്ടിൽ എൻ്റെ അമ്മാവനാണ് ആ പുസ്തകം വാങ്ങിച്ചു തരുന്നത്. അങ്ങനെ വായിക്കുന്ന ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട. അത് ഞാൻ വായിക്കുന്നത് ഒരു സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വായിക്കുകയൊന്നും ആയിരുന്നില്ല ആദ്യം ചെയ്തത്. ആദ്യം അത് ചെയ്യുന്നത് ആ പുസ്തകം പകൽ സമയങ്ങളിലൊക്കെ വെറുതെ മറിച്ച് നോക്കുന്നു, വെറുതെ അത് മുഴുവൻ വായിക്കുന്നു. പിന്നീടാണ് അതൊരു ഭക്തിപരമായിട്ട് വായിക്കാനൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഈ ഭക്തിയുടെ വഴിയിലേക്കൊക്കെ തിരിയുന്ന സമയത്താണ് അത് കൂടുതൽ ഒരു ആചാരപരമായി ഗ്രന്ഥം വായിക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ആദ്യമായി വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും അതുപോലെ തന്നെ രാമായണം 24 വൃത്തവുമാണ് വായിക്കുന്നത്. പിന്നീട് വായിക്കുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഭാഗവത പുരാണമാണ്. ഭാഗവത പുരാണം സംസ്കൃതത്തിലും എഴുത്തച്ഛൻ്റേതെന്ന് കരുതപ്പെടുന്ന ഭാഗവതം കിളിപ്പാട്ടുമാണ് വായിക്കുന്നത്. ഭാഗവത പുരാണം ആദ്യമായിട്ട് സംസ്കൃതത്തിൽ വായിക്കുന്നതെന്ന് പറയാവുന്ന ഒരു പുസ്തകം ഭാഗവതമാണ്. പിന്നീടപ്പോഴാണ് ഈ സംസ്കൃതം എന്ന് പറഞ്ഞൊരു ഭാഷയ്ക്ക് സാധാരണ ഒരു ഭാഷയെ കഴിഞ്ഞൊരു അധികാരത്തിൻ്റെ സ്വഭാവം ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുന്ന, അതൊക്കെ ഒരു ബിരുദ പഠനകാലത്താണ് തിരിച്ചറിയുന്നത്. ഈ നാരായണ ഗുരുവാണല്ലോ എപ്പോഴും താങ്കളെ ഏറ്റവും ഇപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ സ്വാധീനിക്കുകയും ഗുരുമന്ദിരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എപ്പോഴും താങ്കൾ പറയാറുണ്ട്. അത് ഈ ഗുരുവിൻ്റെ ഒരു ദർശനങ്ങളിൽ ആകർഷണമായിട്ടാണോ അല്ലെങ്കിൽ അവളുടെ വിശുദ്ധമായ എന്തോ ഒന്നിനോടുള്ളൊരു സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിലാണോ? ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഗുരുമന്ദിരത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇന്നത്തെ പോലെ ഈ ഗുരുവിൻ്റെ ബിംബപ്രതിഷ്ഠയൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഗുരുമന്ദിരം. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗുരുവിൻ്റെ ചിത്രമാണുള്ളത്. ഒരു മധ്യവയസ്കനായ ഒരാളുടെ ചിത്രമാണ്. അത്തരം ഗുരുവിൻ്റെയാണ്. തീർത്തും അവശനായ ഒരു ഗുരുവിൻ്റെ ചിത്രമൊന്നുമല്ല.
അതിൻ്റെ ഈ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു വാക്യമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഈ ഫോട്ടോ മാത്രമേ കാണത്തുള്ളൂ, ഫോട്ടോയുടെ അടിയിൽ ഇങ്ങനെ വാക്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. തന്നെയല്ല, എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഗുരുമന്ദിരത്തിൽ ചതയദിനവുമായിട്ട് ബന്ധപ്പെട്ട ഘോഷയാത്രകളുണ്ട്. ആ ഘോഷയാത്രകളിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇത്തരം സന്ദേശങ്ങൾ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെ പറയുന്ന ഗുരുവിൻ്റെ ജാതി നിർണയവും ജാതിലക്ഷണം മുതലായ കൃതികളാണ് അന്ന് ചതയദിന ഘോഷയാത്രകളിൽ ആലപിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ഭക്തിപൂർവമായ ഗുരുവിനെ സംബന്ധിച്ചുള്ള കൃതികൾ പോലും പാരായണം ചെയ്യുന്നതായിട്ട് അന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അന്ന് ഭക്തിപൂർവ്വം ആലപിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കുമാരനാശൻ എഴുതിയ ആരായിയിൽ അന്തത്വം ഒഴിച്ചാതി മഹസ്യൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്ന ഒരു ആശാൻ ഭക്തിപൂർവ്വം നാരായണ ഗുരുവിനെ പറ്റി എഴുതിയൊരു കവിതയുണ്ട്. അത് വായിക്കാറുണ്ട്. പക്ഷേ അന്നത്തെ ഘോഷയാത്രകളിൽ അന്ന് അവിടുത്തെ ഈഴവ സമുദായം പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഈ ജാതി നിർണയവും ജാതി ലക്ഷണവും മുതലായ കൃതികളുടെ ആലാപനമായിരുന്നു. അപ്പം ഞാൻ ഗുരുവിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെ പറയുന്ന ആ വാക്യങ്ങൾ വളരെ വലിയ സ്വാധീനം എന്നിൽ ചെലുത്തി. കാരണം ആ ഗുരുമന്ദിര ആ സ്വാധീനത്തെപ്പറ്റി കുറച്ചും കൂടെ ആഴത്തിൽ പറയാൻ ആണ് ശ്രമിക്കുന്നതെങ്കിൽ അത് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന ഗുരുവിൻ്റെ ജീവചരിത്രം ഗുരുമന്ദിരത്തിൽ നിന്നാണ്. മൂർക്കോത്ത് കുമാരൻ്റെ ജീവചരിത്രം അന്ന് ഗുരുമന്ദിരത്തിലുണ്ട്. അന്ന് ഗുരുമന്ദിരത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ചകൾ തോറും കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഞാനാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളൊരു കാര്യം, ഈഴവർക്കും ദളിതർക്കും ഇടയിൽ ധാരാളം സംഘർഷങ്ങളും ജാതി മേൽക്കോയ്മയൊക്കെ ഉണ്ട്. ഇപ്പോൾ MR രേണുകുമാർ അടുത്തിടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞ കാര്യം, ഈഴവർക്കും ദളിതർക്കും ഇടയിലുള്ളായിരുന്ന ചില സംഘർഷങ്ങളെ സംബന്ധിച്ചും ജാതി മേൽക്കോയ്മയെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. കാര്യം അങ്ങനെ ഇരിക്കെ വിയ്യപുരം എന്ന് പറയുന്ന ഒരു അപ്പർ കുട്ടനാടൻ ഗ്രാമത്തിൽ ഞാൻ ഇത്തരം ഒരു സംഘർഷം അനുഭവിച്ചില്ല എന്നുള്ളത് രേണുകുമാർ വളരെ അത്ഭുതത്തോടാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അത്തരം ഒരു സംഘർഷം ഈഴവ സമുദായത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഈ ഗുരുമന്ദിരത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറുന്നു. ഈഴവ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നു, അത് ഗുരുവിൻ്റെ കൃതികൾ പഠിപ്പിക്കുന്നു, ഗുരുവിൻ്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നു. പിൽക്കാലത്ത് ഈ ശിവഗിരിയിൽ നിന്ന് പല സന്യാസിമാരും വരുമ്പോൾ SNDP ഉയർത്തിക്കാട്ടുന്ന എന്നെയാണ്. തന്നെയല്ല, അന്ന് SNDPയുടെ കീഴിൽ ബാലയോഗം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ബാലയോഗം. ഈ ബാലയോഗത്തിൻ്റെ അന്ന് കാർത്തേപ്പള്ളി യൂണിയൻ്റെ ബാലയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഇന്ന് അസാധ്യമാണ്. ഇന്ന് ഈഴവ സമുദായത്തിന് പുറത്തുള്ള ഒരാൾ ബാലയോഗത്തിന് ജനറൽ സെക്രട്ടറി ആകുക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ അന്ന് SNDPയുടെ ബാലയോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെയും ഒരു ഉൾക്കൊള്ളലിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയം അന്ന് SNDPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്ക് അതീതമായിട്ടുള്ള ഒരു മാനവികതയെ ഗുരു ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് വളരെയധികം സ്വാധീനിച്ചൊരു ഘടകമാണ്. ഗുരുവിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ഒരു മാനവികതയെയും അത്തരത്തിലൊരു ആത്മീയതയെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് എന്നെ സ്വാധീനിച്ചൊരു പ്രധാനപ്പെട്ട ഘടകം. അതിനെ തുടർന്ന് നമ്മൾ ക്ഷേത്ര പൂജാരിയാകുന്നു. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആ വ്യവസ്ഥയ്ക്ക് അകത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അതിനുശേഷമാണ് അവിടുന്ന് പുറത്തു വരുന്നത്. ആ വ്യവസ്ഥയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പിന്നെ പുറത്തേക്ക് വരണമെന്ന് തോന്നുന്ന ഒരു? നമ്മൾ വിചാരിക്കും നമ്മൾ വ്യവസ്ഥയ്ക്കുള്ളിലാണെന്ന്. പക്ഷേ നമ്മൾ ഒരിക്കലും വ്യവസ്ഥയ്ക്കുള്ളിലല്ല. അപ്പോഴും നമ്മൾ വ്യവസ്ഥയ്ക്ക് പുറത്ത് തന്നെ. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ വ്യവസ്ഥയ്ക്കുള്ളിലാണെന്ന് പറയുമ്പോൾ പോലും വ്യവസ്ഥയ്ക്ക് പുറത്താണ് എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. കാരണം ഒരിക്കലും ഒരു അബ്രാഹ്മണ പൂജാരിയെ ക്ഷേത്ര വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അംഗീകരിക്കത്തേയില്ല. അത് കേരളത്തിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട പൂജാരിമാരോട് ചോദിച്ചാൽ മതി, വളരെ വ്യക്തമാണ്. കേരളത്തിലുണ്ടായ തുടർച്ചയായിട്ടുള്ള സംഭവവികാസങ്ങൾ എല്ലാം പരിശോധിച്ചാൽ അറിയാമല്ലോ. ഇപ്പം യദു
യദുവിന് പോലും വലിയ അതിഭീകരമായ ജാതിപീഡനം ക്ഷേത്രത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെട്ടികുളങ്ങരയിൽ കീഴ്ശാന്തിയായിരുന്ന സുധി, വലിയ ജാതിപീഡനം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ചെട്ടികുളങ്ങരയിലെ തന്ത്രി, മറ്റു കാര്യങ്ങളിലെല്ലാം അടുപ്പം കാണിക്കുന്നൊരു തന്ത്രി ഈ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ഇദ്ദേഹം ഒരു കീഴ്ശാന്തിയായിരിക്കാൻ സമ്മതിച്ചില്ല. അതിനോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്ഷേത്ര പൂജാരിമാരായിട്ട് ചെല്ലുമ്പോൾ ഈ ബ്രാഹ്മണ്യ വ്യവസ്ഥ അവർ അംഗീകരിക്കുന്നേ ഇല്ല. ഈ ബ്രാഹ്മണ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ബ്രാഹ്മണർ മാത്രം അടങ്ങുന്ന ഒന്നല്ല. അവിടെ വരുന്ന വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഒരു ബ്രാഹ്മണ പൂജാരിയെ അല്ലാത്ത ആരെയും അംഗീകരിക്കില്ല. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവം, അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്നൊരു ബ്രേക്ക് വേണം എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രകോപനപരമായ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടായതിൻ്റെ ഒരു മാവേലിക്കരയിലൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു 3 കൊല്ലക്കാലം മേൽശാന്തിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. അന്ന് ആ അതിൻ്റെ പൂർവ്വകാലത്ത് ആ ക്ഷേത്രം ഈ കുറവ സമുദായത്തിൻ്റെ ആയിരുന്നു. കുറവരുടെ ആരാധനാമൂർത്തിയായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ, വസൂരിമാല. പക്ഷേ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത് അവിടുത്തെ കുറവ് സമുദായത്തിൽ നിന്ന്. അതിഭീകരമായി നമ്മളെ അവഹേളിക്കുകയും നമ്മളെ ജാതീയമായി അവഹേളിക്കുകയും നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുകയും ഒക്കെ ചെയ്തവരിൽ 1-ാം സ്ഥാനത്ത് അവരാണുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണ്യം, ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ശ്രേണീകൃത അസമത്വമാണ്. അത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പൂജാരിയായി വരാൻ പോലും ഈ ശ്രേണീകൃത അസമത്വം അനുവദിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സ്പെസിഫിക് ആയിട്ടൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ? അത് പലതരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും പ്രത്യക്ഷമായിട്ട് പ്രകട രൂപത്തിൽ വരണമെന്നൊന്നുമില്ല. ഒന്ന്, ഇപ്പം ജാതീയപരമായിട്ട് നമ്മളൊരു ബ്രാഹ്മണനല്ല എന്ന് വിചാരിക്കുക. ഇത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ വളരെ പെട്ടെന്ന് അങ്ങ് തിരിച്ചറിയും, വളരെ വേഗത്തിൽ ഇത് തിരിച്ചറിയും. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മർമറിങ്ങിലൂടെ നമ്മൾ ബ്രാഹ്മണ പൂജാരി അല്ല എന്നുള്ള വാർത്ത നാട് മുഴുക്കെ അങ്ങ് പരത്തും. അപ്പോൾ ഒരു ബ്രാഹ്മണ പൂജാരിയോട് കാണിക്കുന്ന ആദരവോ ബഹുമാനമോ ആയിരിക്കത്തില്ല മറ്റു വിഭാഗത്തിൽപ്പെട്ട പൂജാരിമാരോട് ഇവർ പ്രകടിപ്പിക്കുന്നത്. അത് പല രീതിയിൽ ഇവരോട് കലഹിച്ചും തർക്കിച്ചും അപമാനിച്ചും ഒക്കെയാണ് പെരുമാറുക എന്നുള്ളതാണ്. അങ്ങനെയാണിത് പ്രത്യക്ഷത്തിൽ വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തന്നെ കഠിനമായ വിദ്വേഷം, ആക്ഷേപം, ക്ഷേത്രത്തിൽ വരുന്നവരോട് ഇതിന് അവർ ചുറ്റും പ്രദേശത്ത് അവർ കഴിയുന്നുണ്ട്. പക്ഷെ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളോട് ഈ പൂജാരി കൊള്ളുകയില്ല, ഇയാൾ വേറെ ഏതോ ജാതിയാ, ബ്രാഹ്മണനൊന്നും അല്ല, ഇങ്ങനെ നമ്മളെപ്പറ്റി വലിയ കുപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അത് വെറും ജാതി മാത്രമോ, വേറൊന്നുമില്ല. നമുക്ക് പൂജ അറിയത്തില്ലെന്നോ നമുക്ക് മന്ത്രം അറിയത്തില്ലെന്നോ ഒന്നുമല്ല പറഞ്ഞു വരത്തുന്നത്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അയാൾ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനാണെങ്കിൽ ഗായത്രി മന്ത്രം പോലും അറിയാതെ ശബരിമല പൂജ ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പേരിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾ പ്രചരിപ്പിക്കും. അതായത് ഉദാഹരണം പറഞ്ഞാൽ, വിളക്ക് കത്തിച്ചിട്ട് ഒരു പ്രഭയൊന്നുമില്ല, പഴയ ഐശ്വര്യമില്ല. ഇപ്പം ബ്രാഹ്മണനായ പൂജാരി മുമ്പ് അത് കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ഐശ്വര്യമായിരുന്നു. ഇയാൾ വന്നതിന് ശേഷം വിളക്ക് കത്തിക്കുമ്പോൾ ഐശ്വര്യമില്ല, ദേവിയുടെ മുഖത്ത് പഴയ ഒരു പ്രഭ കാണുന്നില്ല. ഇങ്ങനെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇവരങ്ങ് ചമയ്ക്കും. ഇങ്ങനെയാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രത്യക്ഷമായിട്ടൊന്നും ഇതൊന്നും നമ്മുടെ മുമ്പിൽ വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് പക്ഷെ മനസ്സിലാവും, നമുക്ക് വളരെ വ്യക്തമാണ് ഈ ജാതിഹിംസ എന്നുള്ളത്. നമ്മളോടായതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. ഇത് ഇവർ മാത്രമല്ല, ഇത് ബ്രാഹ്മണനായ തന്ത്രി അവിടെ ക്ഷേത്രത്തിൽ മാസം തോറുമുള്ള പൂജകൾക്കും വർഷം തോറുമുള്ള കർമ്മപരിപാടികൾക്കും വരുമ്പോൾ അവരും നമ്മളോട് ഇതേ രീതിയിലായിരിക്കും പെരുമാറുക. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ വേദനയോടുകൂടി ഓർക്കുന്ന രംഗമുണ്ട്. ഞാൻ അന്ന് അനുഷ്ഠിച്ച ഒരു പൂജ ചെയ്തുകൊണ്ടിരുന്നൊരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി, അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു.
അപ്പോൾ അന്ന് ക്ഷേത്രം മേൽശാന്തിയായിട്ടിരുന്ന ഉത്സവം നടക്കുന്ന സമയത്താണ് കൊടിയേറ്റ് പുതിയ കൊടിമര പ്രതിഷ്ഠ നടക്കുക. അന്ന് ഈ ബ്രാഹ്മണനായ തന്ത്രിയുടെ പരിവാരങ്ങൾ അന്ന് ഈ ചുറ്റിനും സപ്തമാതൃക്കളുടെയൊക്കെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടല്ലോ, ബലിക്കല്ലുകളുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും. ഈ ബലിക്കല്ലുകളെല്ലാം എണ്ണയിട്ട് കറപ്പിക്കണം. എണ്ണ തൂത്താണിത് കറപ്പിച്ചെടുക്കേണ്ടത്. അതെന്നോട് ചെയ്യാൻ ആജ്ഞാപിക്കുക. ഒരു അധമ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ക്ഷേത്രാചാരം അനുസരിച്ച് ഒരു ക്ഷേത്ര മേൽശാന്തിയോട് മറ്റാരെങ്കിലും ഒരു പരികർമ്മി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ക്ഷേത്ര മേൽശാന്തിയോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ വളരെ കുറഞ്ഞൊരു മനുഷ്യനാണ്, അയാൾ ഇതൊക്കെ ചെയ്താൽ മതി, കഴകത്തിൻ്റെ ജോലിയൊക്കെ അയാൾ ചെയ്താൽ ഈ ശ്രേണീകൃതത്തോടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊന്നും പ്രത്യക്ഷത്തിൽ ജാതി നമ്മളോട് കാണിക്കണമെന്നില്ല, പക്ഷേ ഇത് പ്രകടിപ്പിക്കും ഈ രീതിയിലാണ്, വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കും. ഇത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ അവർണ പൂജാരിമാരും പല രീതിയിൽ ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ അനുഭവത്തിൻ്റെ മാത്രം വെളിച്ചത്തിലായിരുന്നില്ല. ഞാനത് ഉപേക്ഷിക്കാൻ കാരണം ഏതെങ്കിലും ജാതി പീഡനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളോ ആയിരുന്നില്ല. അത് കടുത്ത രീതിയിൽ അനുഭവിക്കേണ്ടി വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ, ഞാൻ സ്വയം ഒന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു പരാശക്തിയാണെന്ന്. ഞാൻ പരാശക്തിയാണ്. അപ്പോൾ എന്നെ അത് വലിയ രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നൂറുകണക്കിന് ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. നൂറുകണക്കിന് ആളുകൾ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് താമസിക്കുന്ന വീട്ടിലേക്ക് പോയാൽ ധാരാളം ആൾക്കാർ കാണാൻ വരും. ഒരു 10 മണിക്കാണ് നട അടച്ച് താമസ സ്ഥലത്ത് പോകുന്നതെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആളുകൾ പ്രശ്നവുമായിട്ട് ഇങ്ങനെ നമ്മളടുത്ത് നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വലിയൊരു പദവിയിലിരിക്കുകയല്ലേ, ആളുകളുടെ ദുഃഖങ്ങൾ കേൾക്കുന്നു, അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുന്നു. അപ്പം ധാരാളം ആൾക്കാർ വരുന്നു, അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്നു, പൂജ ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ പൂജകൾ മൂലം കാര്യസിദ്ധി വരുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഈ ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ എന്നെ ബാധിച്ചില്ല. തന്നെയല്ല, ചില ആൾക്കാർ ഭൂരിഭാഗവും നമ്മൾ ഗംഭീരമായി പൂജ ചെയ്യുന്നു, താന്ത്രികമായ വലിയ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇയാളൊരു ബഹുകേമൻ തന്നെ, ഏത് ജാതിയും ആയിക്കോട്ടെ, അങ്ങനെ ചില ആൾക്കാർ കരുതാൻ തുടങ്ങി. നമ്മൾ തന്നെ ഇതിനെ അങ്ങോട്ട് മറികടക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വയം വരുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, നമ്മളിതിനെ മറികടന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു വശത്ത് അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു വശത്ത് ഒരു സ്വീകാര്യത വലിയ രീതിയിൽ വളരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഇതൊന്നും ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇതൊന്നുമല്ല. ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകം, അന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിലും പറഞ്ഞോന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അന്ന് ഈ പൂജാരി ആയിരിക്കുമ്പോൾ വായിക്കുന്നൊരു പുസ്തകമുണ്ട്. വായിക്കുന്ന പുസ്തകം A.T. കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളാണ്. പൂജാരി ആയിരിക്കുമ്പോഴത് വായിക്കുന്നത്. അതുപോലെ ഇടമറുകിൻ്റെ കൃതികൾ, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടമറുകിൻ്റെ പല പുസ്തകങ്ങളന്ന് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പിൽക്കാലത്ത് എൻ്റെ അധ്യാപകനായിരുന്ന, ഇപ്പോഴും എൻ്റെ അധ്യാപകനാണ്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ ധർമ്മരാജ് അടാട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ അക്കാലത്ത് വായിക്കുന്നുണ്ട്, മതം, ശാസ്ത്രം, യുക്തിചിന്ത. അപ്പോൾ ഈ 3 പുസ്തകങ്ങളന്ന് വായിക്കുകയാണ്. ഈ 3 പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ ഒരു വിസ്ഫോടനം നടക്കുക. ഇന്നലെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇന്ന്. അപ്പോൾ A.T. കോവൂരിൻ്റെ എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുകയാണ്, ഇതിന് എഴുത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ മൃത്യുഞ്ജയ ഹോമം നടത്തി അസുഖം മാറുമായിരുന്നെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ആവശ്യമില്ലല്ലോ, എല്ലാ പഞ്ചായത്തിലും ഓരോ മൃത്യുഞ്ജയ ഹോമശാല തുടങ്ങിയാൽ മതി. 2, ഈ ശത്രുസംഹാര ഹോമം നടത്തി ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിർത്തിയിലേക്ക് പട്ടാളക്കാർക്ക് വരെ മന്ത്രവാദികളെ വിട്ടാൽ മതിയല്ലോ. ഇത് രണ്ടും എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി.
അപ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാകുക, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം തട്ടിപ്പാണെന്നും നമ്മൾ ജീവിക്കുന്നത് ഒരു ശുദ്ധമണ്ടൻ ലോകത്താണെന്നും ഇതൊരു ചൂഷണാത്മകമായ ലോകമാണെന്നും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നും മനുഷ്യ സമൂഹത്തിന് വിമോചിക്കണമെങ്കിൽ ഇത് അല്ല ശരിയായ വഴിയെന്നും തിരിച്ചറിയുന്ന ഒരു ചവിട്ടുപടിയായത് A.T. കോവൂരിൻ്റെയും ഇടമറുകിൻ്റെയും പുസ്തകങ്ങൾ. അവിടെ നിന്നാണ് പിൽക്കാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കൃതികൾ ആഴത്തിൽ വായിക്കുന്നതിലേക്കൊക്കെയുള്ള ഒരു യാത്ര. അപ്പോൾ അങ്ങനെ ഒരു ദിവസം താങ്കൾ ഇവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു? 6 മാസം എടുത്തു, ഒരു ദിവസം കൊണ്ടല്ല. ഇത് വായിച്ചു അതേ സമയത്ത് തന്നെ പല ബുദ്ധിമുട്ടുകളും ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഇത് വായിച്ചു നമ്മൾ ഒരു മുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുകയാണല്ലോ, ഇത് പൊട്ടിച്ച് പുറത്ത് വരണമല്ലോ. അങ്ങനെ ഈ ഒരു അന്തസംഘർഷം 6 മാസത്തോളം ഇത് വിട്ടുപോകണോ ഇതിനകത്ത് നിൽക്കണോ, വേറെ വരുമാനമൊന്നുമില്ല, എങ്ങനെ ജീവിക്കും, ഈ ഒരു പലതരം സംഘർഷങ്ങളാണല്ലോ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ സംഘർഷം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ദിവസം രാജി കൊടുത്തതിന് ശേഷം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത രാജി കൊടുത്തതിന് ശേഷം താങ്കൾ എന്താ ചെയ്തത്? കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ്. രാജി കൊടുത്തതിന് ശേഷം ഒരു 2-3 മാസം വീട്ടിൽ വെറുതെ ഇരുന്നു, ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്നു. ഞാൻ അന്ന് ആ ദിവസം ഞാൻ ചോദിച്ചു, രാജി കൊടുത്തതിന് ശേഷമുള്ള ആ ദിവസം ഏതോ ഒരു ഊരാക്കുടുക്കിനകത്തുനിന്ന് കരകയറിയ ഒരു ഫീലിംഗ് ആയിരുന്നു. വിമോചിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ നമുക്ക്, സ്വതന്ത്രമായി എന്നുള്ളൊരു തോന്നൽ. ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ലോകത്ത് നിന്ന് സ്വതന്ത്രമായി. അതിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഞാൻ ഓർക്കുന്ന, ഇപ്പം രസകരമായി ചോദിച്ചത് കൊണ്ടാണ്, അതിനുശേഷം ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പാർട്ട്ണർ വാണിയോട് പറഞ്ഞു, നീ ചമ്പക്കര മാർക്കറ്റിൽ പോയി കുറച്ച് കരിമീൻ മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറുത്ത് കഴിച്ചിട്ടാണ് ആ ലോകത്തോട് വിട പറയുന്നത്. അതുവരെ വെജിറ്റേറിയൻ ആണല്ലോ. അങ്ങനെ വാണിയോട് പറഞ്ഞ് ചമ്പക്കരയിൽ പോയി കരിമീൻ മേടിച്ചുകൊണ്ട് വന്ന് വറുത്ത് കഴിച്ചിട്ടാണ് ആ ലോകത്തിൽ നിന്നും വിട പറയുന്നത്. അങ്ങനെ ആ ലോകത്തെ ഉപേക്ഷിക്കുക അതോടുകൂടി. അങ്ങനെ ഒരു സന്ദർഭം എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം കാലടിയിൽ പിന്നീട് MA ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. പിന്നീട് MA MPhil PhD അങ്ങനെ മുന്നോട്ട് പോയി. PhD പഠനത്തിന് ശേഷം ഒരു 6 മാസ കാലയളവിനുള്ളിൽ തന്നെ തേവര സെക്കൻഡ് ഹാർട്ട് കോളേജിൽ സംസ്കൃത വിഭാഗത്തിൽ അധ്യാപകനായിട്ട് നിയമനം ലഭിച്ചു. ഒരു 1.5 കൊല്ലക്കാലം അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിച്ചു. പിന്നീട് ഞാൻ PSC നിയമനം ലഭിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താങ്കളൊരു പുസ്തകത്തെ, ഒരു സംസ്കൃത ഗ്രന്ഥത്തെ കൈ കിട്ടിയാൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് താങ്കളുടേതായ ഒരു രീതി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ കാരണം സാധാരണ പുസ്തകം മാത്രം വായിക്കുന്ന ഒരു പണ്ഡിതൻ്റെ സമീപനമായിരിക്കില്ല തീർച്ചയായിട്ടും താങ്കളുടെ. കാരണം താങ്കൾ ഈ ജീവിതം അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. ആ തരത്തിൽ ഒരു പുസ്തകം കൈ കിട്ടിയാൽ എന്തായിരിക്കും, എങ്ങനെയാണ് താങ്കൾ അതിനെ വായിക്കുന്നത്, എങ്ങനെയാണ് അതിനെ പഠിക്കുന്നതെന്നൊന്നും? ഞാൻ യഥാർത്ഥത്തിൽ ഈ ആദ്യഘട്ടത്തിലൊന്നും അതിനൊരു മെത്തഡോളജി ഉണ്ടായിരുന്നില്ല. ആ മെത്തഡോളജി ക്രമേണ ഉണ്ടായി വരികയാണ് ചെയ്തത്. ഉരുവം കൊള്ളുക എന്നൊക്കെ പറയും. അതിന് എന്നെ സഹായിച്ചത്, ആദ്യഘട്ടത്തിൽ എന്നെ സഹായിച്ചത് തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൂടാനാവാത്തൊരു പേരാണ് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച ഡോക്ടർ ധർമ്മരാജ ഡാട്ട്. അദ്ദേഹം എൻ്റെ MPhil ക്ലാസ്സിൽ അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. അപ്പം ഞാൻ അതുവരെ സംസ്കൃത പഠനത്തെ വളരെ യാഥാസ്ഥിതികമായിട്ട് സമീപിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നെങ്കിൽ പോലും സംസ്കൃതത്തോടുള്ള ഒരു സമീപനം ആ വിട്ടുപോകുന്നതിന് ശേഷവും വേറൊന്നായിട്ട് തുടർന്നിരുന്നു. പക്ഷേ MA കഴിഞ്ഞതിന് ശേഷം MAയ്ക്കും ധാരാളം വായിക്കുമായിരുന്നു. കാലടിയിൽ ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയുടെ തുറവൂർ പ്രാദേശിക കേന്ദ്രത്തിലാണ് സംസ്കൃത സാഹിത്യം വിഭാഗത്തിൽ പഠിച്ചിരുന്നത്. ആ ലൈബ്രറി കാര്യമായിട്ട് വായിക്കുമായിരുന്നു, ധാരാളം പുസ്തകം വായിക്കുമായിരുന്നു. പിന്നീട് MPhilനായിട്ട് സർവകലാശാലയുടെ മുഖ്യ കേന്ദ്രത്തിൽ കാലടി വരുമ്പോൾ ക്ലാസ് എടുക്കുന്നത് ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള അധ്യാപകരാണ്. ഒന്ന് ധർമ്മരാജ ഡാട്ട്, 2 ഡോക്ടർ PV നാരായണൻ, ഡോക്ടർ VR മുരളീധരൻ, ഡോക്ടർ സംഗമേശൻ. എല്ലാവരും വളരെ ഇവരെല്ലാം സംസ്കൃതത്തെ ക്രിറ്റിക്കലായിട്ട് കാണുന്ന അധ്യാപകരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അഡാട്ട് മാഷ് ഞങ്ങളെ പഠിപ്പിച്ച ഒരു
ഇതെന്ന് പറയുന്നത് ചാർവാക ദർശനത്തെ പറ്റിയാണ്. ചാർവാക ദർശനത്തെ പറ്റി അത് വലിയ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് മാഷിൻ്റെ ക്ലാസ്സുകൾ. പക്ഷേ സംസ്കൃതത്തെ സംബന്ധിച്ച് എങ്ങനെ ഒരു ഗ്രന്ഥപഠനത്തെ സമീപിക്കണം, എങ്ങനെ ഒരു ഗ്രന്ഥത്തെ വിമർശനാത്മകമായി സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു മുഖവുര നൽകുന്നതിൽ, നമ്മളെ അതിലേക്ക് നയിക്കുന്നതിൽ സംഭാവന നൽകി, എന്നെ ആ രീതിയിൽ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ദിശാബോധം നൽകിയ 2 അധ്യാപകരെന്ന് പറയുന്ന ഡോക്ടർ PV നാരായണനും ഡോക്ടർ സംഗമേശനുമാണ്. അദ്ദേഹമാണ് എൻ്റെ MPhilൻ്റെ മാർഗനിർദ്ദേശിയും സംഗമേശൻ മാഷായിരുന്നു. അതുപോലെ PhD ഗവേഷണ മാർഗനിർദ്ദേശിയും അദ്ദേഹം തന്നെ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള ഗവേഷണകാലം വലിയ രീതിയിൽ എങ്ങനെയാണ് ഗവേഷണത്തെ നോക്കിക്കാണേണ്ടത്, ഒരു സംസ്കൃത ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെ ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഗവേഷണകാലം വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നുള്ളത്. എനിക്ക് എൻ്റേതായ ഒരു ഗവേഷണ രീതിശാസ്ത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ എന്നെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ദാർശനികനും സാമൂഹ്യ ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ചിന്തകനും തത്വശാസ്ത്രജ്ഞനും പണ്ഡിതനും എന്നൊക്കെ പറയാവുന്ന ഒരേ ഒരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു സംസ്കൃത ഗ്രന്ഥത്തെ അപഗ്രഥിക്കേണ്ടത്, എങ്ങനെ അവതരിപ്പിക്കണം, എങ്ങനെ ഒരു PhD തീസിസ് എഴുതണം, അങ്ങനെ ഒരു സംസ്കൃത ഗ്രന്ഥത്തെ അവതരിപ്പിച്ച് എങ്ങനെ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള എൻഗേജ്മെൻറ്റ് സാധ്യമാക്കാം എന്ന് ഞാൻ പഠിച്ചത് ഡോക്ടർ BR അംബേദ്കറുടെ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം, അതുപോലെ ഹിന്ദുമതത്തിലെ പ്രഹേളികകൾ, അങ്ങനെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ ഭഗവത്ഗീതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിന്ദുയിസത്തെ സംബന്ധിച്ച 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് ഗവേഷണ രീതിശാസ്ത്രത്തിലേക്ക് ഒരു തുറവി ലഭിച്ചതും വളരെ കൃത്യമായൊരു അവബോധം ലഭിക്കുന്നതും ഡോക്ടർ BR അംബേദ്കറിനെ വായിച്ചതോടുകൂടിയാണ്. എൻ്റെ PhD തീസീസ് ഈ പ്രായശ്ചിത്തത്തെ സംബന്ധിച്ച ഞാൻ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് പ്രായശ്ചിത്തത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ ഡോക്ടർ BR അംബേദ്കർ പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രായശ്ചിത്തം ഉണ്ടായി വരുന്നത്, പാപപുണ്യ സങ്കല്പവുമായിട്ട് അതങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അയിത്തവും തൊട്ടുകൂടായ്മയുമാണ് ഈ പ്രായശ്ചിത്തം പാപം പുണ്യം മുതലായ സങ്കല്പങ്ങളെ നിലനിർത്തുന്നതെന്നും വളരെ പൗരാണികമായ ഗോത്ര സമുദായങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയാണിത് അയിത്തം മറ്റു പല രൂപങ്ങളിൽ നിലനിന്നിരുന്നത്, അശുദ്ധി, അയിത്തമല്ല അശുദ്ധി എങ്ങനെയാണ് നിലനിന്നിരുന്നത് എന്നൊക്കെ അംബേദ്കർ അന്നത്തെ നരവംശ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. അതൊക്കെ എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വായനയുടെ രീതി ഒന്ന് വിശദീകരിക്കാം. എങ്ങനെയാണ് നമ്മളൊരു പുസ്തകത്തെ സമീപിക്കേണ്ടതെന്ന്? ഞാൻ ആദ്യം വായിച്ച പുസ്തകം എഴുത്തച്ഛൻ്റെ രാമായണമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പിന്നീട് ക്രിറ്റിക്കലായിട്ട് സമീപിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ സമീപിക്കുന്ന ആദ്യത്തെ പുസ്തകവും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ സംബന്ധിച്ച. കാരണം ഞാൻ ഓർക്കുന്നത് ഈ MAയ്ക്കോ MPhilനോ ആണെന്ന് തോന്നുന്നു, ഒരു ദേശീയ സെമിനാറിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തെ സംബന്ധിച്ചാണ് പ്രബന്ധം ഞാൻ അവതരിപ്പിക്കുന്നത്. ആ പ്രബന്ധത്തിലാണ് ഈ പുസ്തകം ഒരു ബ്രാഹ്മണ്യ ശ്രേണീകൃതത്വത്തെ ഉറപ്പിക്കുന്ന പുസ്തകമാണ് എന്ന് ഏറ്റവും ആദ്യമായി ഞാൻ കാലടിയിൽ ഒരു ദേശീയ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ പ്രൈമറി സോഴ്സിൽ നിന്ന് തന്നെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് ഈ ക്രിറ്റിക്കലായിട്ടുള്ള നമ്മുടെ ഒരു വായന പങ്കുവെക്കുന്നത്. ആ വായന പങ്കുവെക്കാൻ വേണ്ടി അംബേദ്കറെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വായന നമ്മൾ സാധ്യമാക്കുന്നത്. പിന്നീട് അതിശക്തമായൊരു ഇടപെടൽ നടത്തുന്നത്, വലിയ വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ഒരു സ്ഫോടനാത്മകമായ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ ജ്യോതിഷത്തിൻ്റെ ഒരു സെമിനാർ നടക്കുക. അപ്പോൾ ആ സെമിനാറിൽ പ്രായശ്ചിത്തം എന്ന് പറയുന്ന സങ്കല്പം സമൂഹത്തിൽ വരുത്തിയ ആഘാതത്തെ സംബന്ധിച്ച്, അതിൻ്റെ ജ്യോതിഷപരമായ താന്ത്രികപരമായ ഇമ്പാക്റ്റുകളെ സംബന്ധിച്ചാണ് ഞാൻ അവിടെ പ്രബന്ധം അവതരിപ്പിച്ചത്. അവിടുത്തെ സംസ്കൃത അധ്യാപകരിൽ നിന്ന് അതിശക്തമായ വിമർശനമാണ് ഉണ്ടായത്. സംസ്കൃതത്തെ നശിപ്പിക്കാൻ വന്ന ഒരാളായിട്ട് തന്നെ ചില ആളുകൾ അന്ന് ചിത്രീകരിക്കുക തന്നെ ഉണ്ടായി. അതിൻ്റെ പ്രകോപനപരമായ കണ്ടന്റ് എന്താണെന്ന് ചുരുക്കി പറയാമോ? സത്യത്തിൽ ഇന്ന് അത്ര പ്രകോപനപരമൊന്നുമല്ല. നമ്മൾ അത്രയും മാറിയ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരുപാട് വിമർശനങ്ങളൊക്കെ നമുക്ക് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഞാനന്ന് മുന്നോട്ട് വെച്ചത്, ഈ ദേവപ്രശ്നം എന്ന് പറയുന്ന സങ്കല്പം വളരെ പൗരാണികമായ സങ്കല്പമൊന്നും ആയിരുന്നില്ല. അതിന് വലിയ ചരിത്രമൊന്നുമില്ല.
അതിന് വരാഗമികരൻ്റെയും അതിനു മുമ്പുള്ള കൃതികളും ഒക്കെ ദേവപ്രശ്നം എന്ന് പറയുന്ന സങ്കല്പമൊന്നുമില്ല. അത് കേരളീയമായൊരു സങ്കല്പമാണ് ദേവപ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവപ്രശ്നം കേരളീയരായ നമ്പൂതിരിമാർ ആവിഷ്കരിച്ച ഒന്നാണെന്നും അതിന് ചിരപുരാതനമായ പഴക്കമൊന്നുമില്ലെന്നും അത് അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ ചൂഷണത്തെ സാധൂകരിക്കാൻ വേണ്ടി ഉണ്ടായ ഒന്നാണെന്നുമാണ് അന്ന് പറഞ്ഞു വെച്ചത്. അതാണ് അവിടുത്തെ ആളുകളെ, ബ്രാഹ്മണരായ സംസ്കൃത അധ്യാപകരെ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ കിടിലം കൊള്ളിച്ചു. അതാ പറഞ്ഞു, ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ അത് ഒരു സാധാരണ വാചകം മാത്രമാണ്, പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പറഞ്ഞ ജ്യോതിഷത്തെ തങ്ങളൊരു സവിശേഷമായ രീതിയിൽ അന്ന് വിമർശിച്ചു എന്നാണ്. പലപ്പോഴും ഈ പരമ്പരാഗതമായിട്ട് സംസ്കൃതം പഠിക്കുന്നവർ പറയാറുണ്ട്, ഒരു ഗ്രന്ഥം വായിക്കാൻ അതിന് അധികാരമുള്ളവരാണ് അത് ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുമെന്ന്. എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഇനിഷ്യേഷൻ കിട്ടിയാലാണ് ടെക്സ്റ്റിലേക്ക് കിടക്കാറുള്ളത്. ദീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പം തന്ത്രത്തിലാണെങ്കിലും ദീക്ഷയുണ്ട്, സന്യാസത്തിലാണെങ്കിലും ദീക്ഷയുണ്ട്, ഒരു ജ്യോതിഷിയാകണമെങ്കിലും അതിലും ഒരു ദീക്ഷ എന്ന് പറയുന്ന സംഗതിയുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ഈ അധികാരി, ആരാണ് അധികാരം? ആർക്കാണിത് വ്യാഖ്യാനിക്കാൻ അധികാരം? ഇപ്പോൾ ഒരിടത്ത് സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു അധികാരി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അധികാരി ഛാത്ര വിമല പ്രതിഭാനശാലി ഹൃദയ. സാഹിത്യത്തിൻ്റെ അധികാരി വിമല പ്രതിഭാനശാലി ഹൃദയ, വിമലമായ പ്രതിഭാനമുള്ള ഹൃദയമുള്ള ആളായിരിക്കണം. വിമല പ്രതിഭാനശാലി ഹൃദയ, അങ്ങനെ ഒരാൾക്ക് മാത്രമേ സാഹിത്യത്തിൻ്റെ അധികാരിയാകത്തുള്ളൂ. അപ്പോൾ ഈ അധികാരം ആരാണ് പറയേണ്ടത്? ആരാണ് ഈ അധികാരം കൊടുക്കുന്നത്? അങ്ങനെ വരുമ്പോൾ യാഥാസ്ഥിതിക സമീപനം കൈക്കൊള്ളുന്ന ഒരാൾ മാത്രമേ അധികാരി എന്നാണ് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച് വരുന്നത്. അല്ലാത്തവർക്ക് ആർക്കും ഇതിനെ വിമർശിക്കാനും കഴിയില്ല, ഇതിനകത്തേക്ക് കടക്കാനും കഴിയില്ല. അപ്പോൾ അധികാരം എന്ന് പറഞ്ഞൊരു ഒരു പാരമ്പര്യ ബ്രാഹ്മണ്യവാദം അല്ലാതെ മറ്റൊന്നല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇന്നിപ്പം സംസ്കൃതത്തെ സംബന്ധിച്ച പഠനങ്ങളെല്ലാം തന്നെ തീർത്തും ഔദ്യോഗികമായി മാറിക്കഴിഞ്ഞു. പരമ്പരാഗതമായ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ ബലത്തിലൊന്നുമല്ല സംസ്കൃത പഠനം ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആരാണ് യഥാർത്ഥ അധികാരി? അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഇല്ല. അപ്പോൾ ചോദ്യം ചെയ്യുന്നവർക്ക് അധികാരമില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളിതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ തത്വമസി. അപ്പോൾ അംബേദ്കർ പറഞ്ഞ എന്താണ് തത്വമസിയെ പറ്റി? ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും ഒരേപോലെ കൊണ്ട് നടക്കുക. ഒരു ബുദ്ധിശൂന്യന് മാത്രമേ അത് കഴിയൂ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ ഒരിടത്ത് ഈ ബ്രഹ്മൈസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പറ്റി പറയുന്നുണ്ട്. ആ ബ്രഹ്മൈസത്തിൽ എന്താണ് സമത്വത്തിൻ്റെ ചില അംശങ്ങളുണ്ടായിരുന്നു എന്ന് അംബേദ്കറിൻ്റെ ചില വായനകളെ മുൻനിർത്തി ചില ആളുകൾ വാദിക്കാറുണ്ട്. പക്ഷേ അതേ അംബേദ്കർ തന്നെയാണ് പറയുന്നത്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഉപനിഷത്തിലെ ദർശനങ്ങളനുസരിച്ച് എല്ലാവരിലും ഈ ആത്മതത്വം സമമാണെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നു, പക്ഷേ ഈ ഭൗതിക ലോകത്ത് അങ്ങനൊരു തത്വമേ കാണുന്നില്ല. അങ്ങനില്ല, ഭൗതിക ലോകത്ത് അങ്ങനൊരു കാര്യമേ ഇല്ല. നിങ്ങൾ പറയുന്ന ഈ സംഗതി ഭൗതിക ലോകത്തില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന സിദ്ധാന്തത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ജനാധിപത്യം സമ്പൂർണ്ണമായി തകരുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, ശരി, അംഗീകരിച്ചു. പക്ഷെ ആ സിദ്ധാന്തത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ജനാധിപത്യം സമ്പൂർണ്ണമായി തകരും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സുചിന്തിതമായി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ബ്രഹ്മൈസത്തെ പറ്റി പറയുന്ന ആളുകൾ ഈ കാര്യം പറയത്തില്ല. കാരണം അവർക്ക് ഉപനിഷത്തുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം. ഉപനിഷത്തിൽ വിപ്ലവം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കണം. മഹാഭാരതത്തിൽ വിപ്ലവം ഉണ്ടെന്ന് പറഞ്ഞ അതേ സെൻസിൽ ഉപനിഷത്തിലും വിപ്ലവം ഉണ്ടായിരുന്നു സ്ഥാപിക്കണം. അതുകൊണ്ട് ബ്രഹ്മൈസത്തെ പറ്റി പറയുകയും അംബേദ്കർ ഉപനിഷത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ മറ്റു വിമർശനങ്ങളെല്ലാം തമസ്കരിക്കുകയും ചെയ്യും. താങ്കളുടെ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ വായനയിൽ അതിലെത്രമാത്രം ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങളും എത്രമാത്രം താങ്കളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളതുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജീവിതാനുഭവങ്ങളുടെ ഒരു സ്വാധീനം വായനയിൽ എത്രമാത്രമുണ്ട്? ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ വായന എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വിമർശനാത്മകമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം
ഈ ഗ്രന്ഥങ്ങളെല്ലാം സമഗ്രമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ 99.99% ഒരു ചാതുർവർണ്ണ്യ ബദ്ധമായൊരു സോഷ്യൽ ഓർഡറിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. വേറൊന്നുമില്ല. ഈ ഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യമാണ്. അതിന് നമുക്ക് ജീവിതാനുഭവമായിട്ട് പ്രത്യേകിച്ച് കൂട്ടിയിളക്കി വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സത്യസന്ധമായി നോക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യപരമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമത്വവും സാഹോദര്യവും ഒക്കെ ഉള്ളൊരു സമൂഹം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യരും ആ പുസ്തകത്തിൽ നോക്കിയാൽ അതിനകത്ത് കാണുന്നത് മുഴുവൻ ഒരു ചാതുർവർണ്ണ്യ സോഷ്യൽ ഓർഡറാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പരമ്പരാഗത സംസ്കൃത പണ്ഡിതർ ആയിട്ടുള്ള ആളുകൾ ഇതിൽ വളരെ മഹത്തായ ആശയങ്ങൾ മാത്രമാണുള്ളത് എന്നൊരു തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കുന്നു? ഇപ്പോൾ ഈ നമ്മൾ നോക്കിയാൽ അറിയാം, പുരോഗമന കക്ഷികളുടെ നേതൃത്വത്തിൽ സംസ്കൃത സംഘം എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായി. ആ സംസ്കൃത സംഘം ഇവിടെ സൂചിപ്പിച്ച വിഷയം മാത്രമാണ് ചെയ്തത്. ഇതിൽ നിന്ന് ചില മഹത്തായ ആശയങ്ങളെ വെച്ചുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ ആശയത്തെ പ്രതിരോധിക്കുക എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തത്വമസി, സംസ്കൃതത്തിൽ തത്വമസി എന്ന് പറയുന്നൊരു ആശയമുണ്ട്. സുകുമാര രിക്കോട് തത്വമസി എന്നുള്ള പുസ്തകം എഴുതി ഉപനിഷത്ത് ഹിമാലയത്തിൻ്റെ അത്രയും വലിപ്പമുള്ള വലിയ പുസ്തക കെട്ടുകളാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്തല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ചില മഹത്തായ ആശയങ്ങളുണ്ട്, ആ പുസ്തകത്തിൽ നിന്ന് പെറുക്കിയെടുത്താൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വൈറ്റ് വാഷ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ. സൂക്ഷ്മമായിട്ട് ആ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത്തരം മഹത്വപൂർണ്ണതയൊന്നും അതിൽ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് അതിനെ നോക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നും, നീതിയുടെ പക്ഷത്തു നിന്നും, സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പക്ഷത്തു നിന്ന് ആ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിലിതൊന്നുമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ, ഹിന്ദുമതത്തിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കാൻ ഞാൻ സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്നാണ് അംബേദ്കർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ ഉള്ള വ്യത്യസ്ത സൂചികകൾ വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിനെന്തില്ല? സ്വാതന്ത്ര്യവും ഇല്ല, സമത്വവും ഇല്ല, സാഹോദര്യവും ഇല്ല. ഇതാരാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അധികാരത്തിൻ്റെ സുഖലോലുപത അനുഭവിക്കുന്നവരാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ അനുരണനങ്ങളേറ്റ് ദുരിതപ്പെടുന്ന ചില ആളുകൾ പോലും ഇതിനെ വിശ്വസിക്കുന്നുണ്ട്. ഒരേ സമയത്ത് അധികാരത്തിൻ്റെ സുഖലോലുപത അനുഭവിക്കുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും ഒരേ സമയം ഇതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ എഴുത്തച്ഛൻ്റെ രാമായണം എല്ലാവരും വായിക്കുകയല്ലേ. കർക്കിടക മാസം ആയി കഴിഞ്ഞപ്പോൾ ഉടനെ തുടങ്ങും. നമ്മൾ പറഞ്ഞതുപോലെ മഹത്തായ ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ചില കോട്ടുകൾ ഇതിനകത്ത് കാണാം. അതെ. എന്നാൽ അത് സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പുറത്ത് ഈ സാഹോദര്യത്തെയും സമത്വത്തെയും നിഷേധിക്കുന്ന ഒരാശയത്തിൻ്റെ അന്തർധാരയായിരിക്കും അതിനകത്തുണ്ടാകുക. അത് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം വിശദീകരിക്കും. ഗീതയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഗീതയിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത്, ഒരു ചണ്ടാളനാണെങ്കിലും ഒരു ബ്രാഹ്മണനാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ സമന. ഇത് ഭഗവത്ഗീതയിലൊരു ശ്ലോകത്തിൽ പറയുന്നതാണ്. എന്തിനാണ് ചണ്ടാളനാണെങ്കിലും എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ചണ്ടാളൻ എന്ന് പറഞ്ഞൊരു സാമൂഹ്യ സമ്മർഗം ഈ ഗീത എഴുതപ്പെടുന്ന കാലത്തുണ്ട്. അതുകൊണ്ടാണ് ചണ്ടാളനാണെങ്കിലും എന്ന് പറയുന്നത്. ചണ്ടാളനും എൻ്റെ ഭക്തനാണ്, അങ്ങനെ ആണും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചണ്ടാളൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിഭാഗം എന്നുള്ളത് കൊണ്ടാണ് ഗീതയിൽ പോലും അയാൾ അങ്ങനത്തെ ഒരു വിഭാഗമായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണെന്നാണ് ഗീതയിൽ പറയുന്നത്. സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണെന്നാണ് ഗീതയിൽ പറയുന്നത്. സ്ത്രീയഃ വൈശ്യഃ തഥാ ശൂദ്രാഃ പാപയോനയഃ എന്ന് ശങ്കരാചാര്യർ ഗീതയെ വ്യാഖ്യാനിച്ചുകൊണ്ടും പറയുന്നുണ്ട്, പാപയോനികളാണെന്ന്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഭാഗവത പുരാണം പ്രഥമസ്കന്ധം. പ്രഥമസ്കന്ധത്തിൽ ഒരു കഥയുണ്ട്.
അത് വിഖ്യാതമായ മഹാഭാരതത്തിലെ കഥ പറഞ്ഞുകൊണ്ടാണ് ഭാഗവത പുരാണം പ്രഥമസ്കന്ധം ആരംഭിക്കുന്നത്. ദുര്യോധനൻ തുട തകർന്ന് കിടക്കുക യുദ്ധത്തിൽ, ഭീമൻ്റെ ഗദാഘാതമേറ്റ്. അപ്പോൾ അശ്വത്ഥാമാവ് എന്തു ചെയ്തു? ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാത്രിയിൽ ചെന്ന് പാഞ്ചാലിപുത്രന്മാരെ കൊന്ന് അവരുടെ തലയരിഞ്ഞ് ദുര്യോധനൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. ദുര്യോധന അതിഷ്ടമായില്ല. ദുര്യോധനൻ പറഞ്ഞു, ശരിയായില്ല, നീ ചെയ്തത് ശരിയായില്ല, വളരെ മോശമായിപ്പോയി, അധാർമികം എന്ന് ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. പാഞ്ചാലിപുത്ര ദുഃഖത്താൽ വിലപിച്ചു. അർജുനൻ ക്രോധാവേശിതനായി അശ്വത്ഥാമാവിനെ പിടിക്കാൻ ഓടി. ഒരു പശുവിനെ പോലെ, ഒരു മൃഗത്തെ പോലെ കയറിൽ കെട്ടി പാഞ്ചാലിയുടെ സമീപത്തേക്ക് അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നു എന്ന് ഭാഗവത പുരാണം പറയുന്നു. അപ്പോൾ പാഞ്ചാലി പറയുന്നൊരു കാര്യമുണ്ട്, 2 കാരണങ്ങളാൽ അശ്വത്ഥാമാവിനെ കൊല്ലാൻ പാടില്ല. എന്താണ് 2 കാരണങ്ങൾ? 1, ഇദ്ദേഹം ഗുരുപുത്രനാണ്. 2, ഇദ്ദേഹം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായതിനാൽ, ഗുരുപുത്രനായതിനാൽ ഇദ്ദേഹം ഗുരുവാണ്, ബ്രാഹ്മണനുമാണ്. അതുകൊണ്ട് അശ്വത്ഥാമാവിനെ കൊല്ലാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? പാഞ്ചാലി പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ വാചകമാണ് തൊട്ടടുത്ത്. കൃഷ്ണൻ ഈ സദസ്സിലുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, യുദ്ധസന്നദ്ധനായി വരുന്ന ഒരാളെ നേരിടണം, വധിക്കാതെ വിടാൻ പാടില്ല. 2, ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. ഇത് രണ്ടും പറയുന്നത് കൃഷ്ണനാണ്. ഒരു ബ്രാഹ്മണൻ എന്ത് തെറ്റ് ചെയ്താലും അയാളെ കൊല്ലാൻ പാടില്ല എന്ന് ഭാഗവത കൃഷ്ണൻ പറയുകയാണ്. എന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത ഉപദേശം, എൻ്റെ ഈ 2 ഉപദേശങ്ങളും നീ പാലിക്കുക. ബ്രാഹ്മണനെ കൊല്ലാനും പാടില്ല, അതേസമയം യുദ്ധസന്നദ്ധനായി വരുന്ന ഒരാളെ വെറുതെ വിടാനും പാടില്ല. ഈ 2 ആശയങ്ങളും നീ നടപ്പിലാക്കുക. അർജുനൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വാളെടുത്ത് അശ്വത്ഥാമാവിൻ്റെ തലയിലിരിക്കുന്ന രത്നവും മുടിയും കൂടെ അറുത്തെടുത്ത് അശ്വത്ഥാമാവിനെ വെറുതെ വിട്ടു. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ ഒരു രോമത്തിന് സമമാണ് മറ്റുള്ളവരുടെ ജീവനെന്നാണ് ഈ കഥയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. അപ്പോൾ കൃഷ്ണൻ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? കൃഷ്ണൻ വളരെ കൃത്യമായി ബ്രാഹ്മണ പക്ഷപാതിത്വമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. ഇത് മനുസ്മൃതിയിലും പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്ന്. ഇത് നമ്മൾ ഭാഗവത പുരാണം വ്യത്യസ്ത രംഗങ്ങളിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം, വളരെ വ്യക്തമായിട്ട് ആ ഗ്രന്ഥപാഠം നിലകൊള്ളുന്നത് ഒരു ചാതുർവർണ്ണ സോഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാണ് മഹാഭാരതം എഴുതിയതെന്ന് ഭാഗവതത്തിൽ പറയുന്നു. മഹാഭാരതം എഴുതിയത് വേദങ്ങൾ പഠിക്കാൻ സ്ത്രീകൾക്കും ശൂദ്രർക്കും ബ്രഹ്മബന്ധുക്കൾക്കും ബ്രാഹ്മണ ബന്ധുക്കൾക്കും, ബ്രാഹ്മണ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റ് ഇന്ന് നമ്മൾ അമ്പലവാസികൾ എന്ന് പറയുന്ന വിഭാഗങ്ങളെ ഉദ്ദേശിച്ച അത്തരക്കാർക്ക് കഴിയാത്തത് കാരണം വർണ്ണാശ്രമധർമ്മത്തെ ആണ് കഥയെന്ന വ്യാജേന വ്യാസൻ അവതരിപ്പിച്ചതെന്ന് ഭാഗവതം പറയുന്നു. അപ്പം എന്തിനാണ് വ്യാസൻ മഹാഭാരതം എഴുതിയത്? വർണ്ണാശ്രമധർമ്മം കഥയുടെ രൂപത്തിൽ, പുരാണ കഥയുടെ രൂപത്തിൽ പറയുക വഴി വർണ്ണാശ്രമധർമ്മത്തിൻ്റെ സോഷ്യൽ ഓർഡർ സ്ഥാപിക്കുകയാണ് കഥയിലൂടെ വ്യാസൻ ചെയ്തത് എന്നാണ് ഭാഗവത പുരാണ കർത്താവ് പറഞ്ഞു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, ഇത്തരം പൗരാണിക ഗ്രന്ഥങ്ങൾ നിലവിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുകയോ മാത്രമല്ല, ഇത്തരം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയെ നിലനിർത്താനും സ്ഥാപിക്കാനുമുള്ള ഒരു ഉപകരണം കൂടി ആയിരുന്നു. വർത്തമാനകാലത്തും അതേ കാര്യം തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കലിയുഗം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് പുരാണങ്ങളിലെല്ലാം. കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും മോശമായ കാലമാണ്, ഏറ്റവും എല്ലാ ദുർനടപ്പുകളുടെയും കാലമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കലിയുഗത്തെ ബ്രാഹ്മണർ ഇത്രമാത്രം ഭയപ്പെട്ടത്? പുരാണകർത്താക്കൾ ഇത്രമാത്രം അതിനെ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? അത് ഭാഗവത പുരാണം വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. കാരണം ശൂദ്രന്മാർ രാജാവാകുന്നു. ആരൊക്കെയായിരുന്നു ശൂദ്രന്മാർ? അന്ന് പാർത്ഥിയന്മാർ വരുന്നു ഇന്ത്യയിലേക്ക്, ശകന്മാർ വരുന്നു. ഇവരൊന്നും ചാതുർവർണ്ണയത്തിൽ പെട്ടവരല്ലല്ലോ. ഇവരെയൊക്കെ തന്നെ അന്നത്തെ ചാതുർവർണ്ണയത്തിൻ്റെ സൃഷ്ടാക്കളായ ബ്രാഹ്മണ പൗരോഹിത്യം അവരെയൊക്കെ ശൂദ്രന്മാരായിട്ട് അടയാളപ്പെടുത്തിയത്. അവരൊക്കെ രാജാക്കന്മാരാകുന്നു. പിൽക്കാലത്ത് ഈ ശൂദ്രന്മാരെ ക്ഷത്രിയരാക്കാൻ ബ്രാഹ്മണർക്ക് നിയമങ്ങൾ ചമയ്ക്കേണ്ടി വരുന്നു. നമ്മൾ കേരളത്തിൽ കണ്ടതുപോലെ മാർത്താണ്ഡവർമ്മയെ ക്ഷത്രിയനാക്കാൻ ഹിരണ്യഗർഭം നടത്തിയതുപോലെ. അപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ രാജാക്കന്മാരായി മാറുക. അങ്ങനെ ബ്രാഹ്മണ പൗരോഹിത്യത്തിനും വർണ്ണാശ്രമധർമ്മത്തിനും കോട്ടം തട്ടുക. ഈ വർണ്ണാശ്രമധർമ്മമൊന്നും എല്ലാവരും പാലിക്കുന്നില്ല, ആരും അനുസരിക്കുന്നില്ല.
ജാതിഹിംസകളെ ആദ്യം ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഏറ്റവും കൂടുതൽ കലിയുഗത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് നാസ്തികവാദമാണെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. നാസ്തികവാദം അത് ചാർവാകന്മാരെ ഉദ്ദേശിച്ച. അതുകൊണ്ട് ഈ നാസ്തികവാദവും ഈ ശൂദ്രന്മാർ അധികാരസ്ഥാനത്തേക്ക് വരുന്നതുമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ഭാഗവത പുരാണം പറയുന്നത്. ഇപ്പം ചരിത്ര പണ്ഡിതനായ R.S. ശർമ്മ പറയുന്നുണ്ട്, ബ്രാഹ്മണരുടെ മാറുന്ന കാലത്തോടുള്ള പേടിയാണ് കലിയുഗം. വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയും ചാതുർവർണ്ണയവും ചോദ്യം ചെയ്യപ്പെടുന്നു. ആ വ്യവസ്ഥയ്ക്ക് കലക്കം ഉണ്ടാകുന്നു. പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥ ഉടലെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. തങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥ സംഘർഷം അനുഭവിക്കേണ്ടി വരും, സംഘർഷം നേരിടുന്നു. ആ സംഘർഷത്തെയാണ് ബ്രാഹ്മണ പൗരോഹിത്യം കലിയുഗം എന്ന് അടയാളപ്പെടുത്തിയത്, അല്ലാതെ വേറൊന്നുമല്ല. താങ്കളുടെ വിലയിരുത്തലുകൾ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമല്ല, താങ്കൾ പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയമാണെന്നാണ്. അത്തരം ഒരു വിമർശനം കേട്ടിട്ടുണ്ടോ? അതിനോട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരം വിമർശനങ്ങൾ. ഇത് ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നല്ലോ, ഗീതയിൽ പറയുന്നു. അതേ കാര്യം ആരും പറയുന്നു? ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചും പറയുന്നു സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണെന്ന്. ഇപ്പോൾ ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മവാ ഇതമഗ്രാസീത്, ബ്രഹ്മത്തെപ്പറ്റി പറയുകയാണ്. ഉടനെ ശങ്കരാചാര്യർ എന്താണ് ബ്രഹ്മമെന്ന് നിർവചിക്കുന്നുണ്ട്. ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വാത് ബ്രഹ്മേത്യഭിധീയതേ, ബ്രാഹ്മണ പുരുഷൻ്റെ സ്വരൂപമാണ് ബ്രഹ്മം. ഇതെൻ്റെ വ്യാഖ്യാനമല്ലല്ലോ, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ്. മനുഷ്യർ ഏതൊക്കെ തരത്തിൽ ജനിച്ചാലും ബ്രാഹ്മണരായി ജനിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആരാ? ശങ്കരാചാര്യർ ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിലാണ് ആ കാര്യം വ്യക്തമാക്കുന്നത്. അതങ്ങനെ എൻ്റെ വ്യാഖ്യാനമാകുന്നത്? ഇതെല്ലാം കൃതികളിൽ പറയുന്ന കാര്യങ്ങളാണ്. ബൃഹദാരണ്യകോപനിഷത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. മറ്റൊരു ഉപനിഷത്തിൽ പറയുന്നത്, ഇന്നിപ്പോൾ ഈ വെജിറ്റേറിയനിസം നമ്മുടെ സമൂഹത്തിൽ വലിയ ആഴത്തിൽ പിടിച്ചു മുറുക്കിയിരിക്കുകയാണല്ലോ. ചിരപുരാതന കാലം മുതൽ മലയാളികൾ സാമ്പാറും തോരനും കഴിച്ചാൽ ജീവിക്കുന്നതെന്നാണ് തെറ്റിദ്ധാരണ. പക്ഷേ നല്ല കുട്ടികളുണ്ടാകണമെങ്കിൽ ആടിൻ്റെ മാംസം ചേർത്ത് ചോറ് കഴിക്കണമെന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. എത്രയോ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വെജിറ്റേറിയനിസത്തിന് വേണ്ടി വാദിക്കുന്നവർ ഈ ശ്ലോകം ഉദ്ധരിച്ചാൽ ഇതെൻ്റെ വ്യാഖ്യാനമാണെന്ന് പറയും. അങ്ങനെ അല്ലല്ലോ. ഇതെല്ലാം ഇത് നമ്മൾ ഉദ്ധരിക്കുന്നത് മുഴുവൻ ഒറിജിനൽ സോഴ്സാണ്. ഇപ്പോൾ അതിഥി എന്ന് പറയുന്നത്, അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയുന്നത്. ആരാണ് അതിഥി? ധർമ്മസൂത്രങ്ങളിൽ അതിഥിക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് അതിഥിയെ നിർവചിച്ചിട്ടുണ്ട്. അതിഥി ശ്രോത്രിയനായ ബ്രാഹ്മണനായിരിക്കണമെന്നാണ് പറയുന്നത്. ശ്രോത്രിയനായ ഒരു ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി, അല്ലാത്ത ആരും അതിഥിയല്ല. തന്നെയല്ല, അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ബൗദ്ധരെയും ജൈനരെയും അതിഥികളായി ക്ഷണിച്ച് സൽക്കരിക്കരുതെന്ന് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അവരതിഥികളല്ല. ഇതെൻ്റെ വ്യാഖ്യാനമാണോ? ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യം സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രപരമായി എടുത്തു കാട്ടുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചു പോകാറുള്ളൊരു വിഷയമാണ് ഈ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ശരിക്കും ഇപ്പോൾ ഫിസിക്സിലൊക്കെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ സാർവലൗകികമായ ഒരു തത്വമാണ്, ഒരു ശാസ്ത്രീയ തത്വം എന്ന രീതിയിലുള്ള ഒരു സംഗതിയാണെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ കർമ്മസിദ്ധാന്തം എന്താണ് സമൂഹത്തോട് ചെയ്യുന്നത്? ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഫിസിക്സിലെ കോസ് ആൻഡ് എഫക്റ്റും കർമ്മസിദ്ധാന്തവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് രണ്ട് കാര്യമാണ്. സത്യത്തിൽ അത് വിശദീകരിക്കേണ്ടത് ഏതെങ്കിലും ഫിസിക്സ് പഠിച്ച ആളുകളോ അത്തരം വിഷയങ്ങളെ ആധികാരികമായി പഠിച്ച ആളുകളോ ആണെന്ന് പറഞ്ഞു. ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല, തൽക്കാലം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഫിസിക്സിലെ ഈ സിദ്ധാന്തവും കർമ്മസിദ്ധാന്തവും തമ്മിൽ അജഗജാന്തരമാണ്. രണ്ട് കാര്യങ്ങളാണ്. എന്താണ് കർമ്മസിദ്ധാന്തം പറയുന്നത്? കർമ്മസിദ്ധാന്തം വളരെ ലളിതമായി പൂന്താനത്തിന് ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. അജം ചത്ത് ഗജമായി പറക്കുന്നു, ഈച്ച ചത്ത് പൂച്ചയായി ഇടുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. ക്രൂരത ചെയ്യുന്ന രാജാവ് പിന്നീട് വേറെ ആളായിട്ട് ജനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കർമ്മസിദ്ധാന്തം ലളിതമായി പറഞ്ഞാൽ, ഈ ജന്മത്തിൽ നിങ്ങളൊരു ഉന്നത ജാതിയിൽ, ഉന്നതാവസ്ഥയിൽ, ധനത്തോടുകൂടി, ധാന്യത്തോടുകൂടി, സമ്പത്തോടുകൂടി ജനിക്കാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണെന്നാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ജന്മത്തിൽ നിങ്ങൾ ദളിതരായി, ആദിവാസികളായി, പട്ടിണിക്കാരായി, പാവപ്പെട്ടവരായി, ദരിദ്രരായി, അസമത്വം പേറാൻ നിങ്ങൾ വിധിക്കപ്പെടുന്നതിന് കാരണം
നിങ്ങളുടെ മുജ്ജന്മ പാപകർമ്മ ഫലമാണെന്നാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. മഹാഭാരതത്തിൽ പറയും, പശുക്കിടാവ് അതിൻ്റെ തള്ളയെ തേടി വരുന്നത് പോലെ പാപപുണ്യ കർമ്മങ്ങൾ അതിൻ്റെ കർത്താവിനെ തേടിയെത്തും എന്നാണ് മഹാഭാരതം പറയുന്നത്. കർമ്മസിദ്ധാന്തത്തെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച ഒരാളുണ്ട്, യുവാൻ കൃഷ്ണ. അദ്ദേഹത്തിന് കർമ്മസിദ്ധാന്തത്തെ സംബന്ധിച്ച് വളരെ ഗഹനമായ പഠനമാണ്. അപ്പോൾ അതിനകത്ത് ഋഗ്വേദം മുതൽ ഇതിഹാസ പുരാണങ്ങൾ വരെയുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് കർമ്മസിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വിവേകാനന്ദനെ ഉൾപ്പെടെ കൂട്ടിയത് കൊണ്ടാണ് ആ തീസിസ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തന്നെയല്ല, ഈ സായണൻ എഴുതിയത് എന്ന് കരുതപ്പെടുന്ന പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരാൾക്ക് പ്രമേഹം വരാൻ കാരണം അയാൾ മുജ്ജന്മത്തിൽ ബ്രാഹ്മണരുടെ സ്വർണ്ണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അയാൾക്ക് പ്രമേഹം വരുന്നത്. അപ്പോൾ അതിനെന്താ പരിഹാരം? സർവ്വ സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കാശിയിലേക്ക് പോവുക, വാരണാസിയിലേക്ക് പോവുക. അപ്പം ഒരാൾക്കുണ്ടാകുന്ന രോഗം, ഇത് ചരകസംഹിത ഉൾപ്പെടെ ഒരാളുടെ രോഗത്തെ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത്. ചരകത്തിലുമുണ്ട്, സുശ്രുത സംഹിതയിലുമുണ്ട്. ജ്യോതിശാസ്ത്രം ആകപ്പാടെ തന്നെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും മുജ്ജന്മ കർമ്മഫലത്താണെന്ന്, ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പറയുന്നുണ്ട്. ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായത. മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ രോഗമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം സമൂഹത്തിൽ അസമത്വത്തിനെതിരെയുള്ള സമരമുണ്ടാകാതിരിക്കാൻ കർമ്മസിദ്ധാന്തം എക്കാലവും ബ്രാഹ്മണ്യ പൗരോഹിത്യത്തിന് ഉപകാരപ്പെട്ടു എന്നാണ് യുവാൻ കൃഷ്ണൻ നിരീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് സമൂഹത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ വലിയ ലഹളയുണ്ടായില്ല? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകളായിട്ട് ഇവിടെ ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു? എന്തുകൊണ്ടാണ് അതിനെതിരെ വലിയ കലാപം ഉണ്ടാകാഞ്ഞത്? എന്തുകൊണ്ട് ഒരു ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ ഒരു മഹാത്മാ ഭൂലെയും അയ്യങ്കാളിയും ഒക്കെ ഉണ്ടാകേണ്ടി വന്നു? അതിന് കാരണം നൂറ്റാണ്ടുകളായി ഇന്ത്യക്കാർ ഈ അസമത്വ സിദ്ധാന്തത്തിൽ, ഈ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് ആ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു വിപ്ലവം ഉണ്ടാകാത്തത്. കാരണം ഇത് തങ്ങളുടെ വിധിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. ദളിതർ കാലങ്ങളായി കോളനികളിലും അരികുവൽക്കരിക്കപ്പെടാൻ കാരണം അവരുടെ തന്നെ കർമ്മഫലമാണെന്നാണ് കർമ്മസിദ്ധാന്തം പറയുന്നത്. ചില ആളുകൾ സ്ഥിരമായി മന്ത്രിമാരാകാനും പണക്കാരാകാനും കാരണം എന്താണ്? അവരുടെ പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് ശങ്കരാചാര്യർ ഭഗവത്ഗീതയുടെ വ്യാഖ്യാന സന്ദർഭത്തിൽ ഇത് പറയുന്നുണ്ട് കർമ്മസിദ്ധാന്തത്തെപ്പറ്റി. അദ്ദേഹം പറയും, പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഉന്നത ജാതിയിൽ, ഉന്നത ദേശത്ത്, അഭിവൃദ്ധിയുള്ള സ്ഥലത്ത്, സമ്പത്തുള്ള സ്ഥലത്ത് ഒരാൾ ജനിക്കും. അല്ലാത്തവർ നികൃഷ്ട ജാതിയിൽ, നികൃഷ്ട സ്ഥാനത്ത് ജനിക്കുമെന്ന് ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ ആലപിക്കുന്ന കീർത്തനങ്ങളുണ്ടല്ലോ, കരളിൽ വിവേകം, രാവിലെ ചൊല്ലുന്നൊരു കീർത്തനമാണത്. കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം പത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിഹ, മരുവുക സതതം നാരായണ ജയ. കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. അപ്പം നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് എന്താണ്? കർമ്മമാണ്. കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. ഈ കർമ്മബന്ധനം അഴിയാതെ മുക്തി വരില്ല. കൂബേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്നു ജനാന. ഇതെല്ലാം കർമ്മസിദ്ധാന്തത്തെ പറ്റിയാണ് പറയുന്നത്. കൂബേ വീണുഴലുന്നത് പോലെ, കൂബെ കിണറ്റിൽ കുഴിയിൽ വീണ് കിടക്കുന്നത് പോലെ ആളുകൾ ഗേഹേ വാണുഴലുന്നു. ഗേഹം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ആളുകൾ കഴിയുക. അപ്പോൾ ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും വീടുണ്ടാകുന്നതിന് മുമ്പുള്ള ചരിത്രമായി പറയുന്നത്. അതുകൊണ്ട് നമ്മളാരും ഈ പറയുന്നത് ഗേഹേ വീണുഴലുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ പറ്റി ഒരു വൈറ്റ് വാഷിംഗ് സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ പൗരോഹിത്യത്തിനെതിരായൊരു വിമർശനമായിരുന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ എന്ന് ബ്രാഹ്മണരെ കളിയാക്കിയതാണ്. ഇതാ സിദ്ധാന്തം, വൈറ്റ് വാഷിംഗ് സിദ്ധാന്തമാണ്. ബ്രാഹ്മണരെ കളിയാക്കാൻ വേണ്ടി ഉണ്ടായതാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണരെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തിനെതിരായ വിപ്ലവം നയിക്കുകയായിരുന്നു എഴുത്തച്ഛൻ. ഇങ്ങനെയുള്ള സിദ്ധാന്തമൊക്കെയാണ് പറയുന്നത്. എന്ത് ബ്രാഹ്മണ്യ വിമർശനമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലുള്ളത്? ഒരു വിമർശനവും ഇല്ല. ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു വിമർശനവും ഇല്ല. തന്നെയല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളുണ്ട് അതിനകത്ത്. ഒരു ചെറിയ പോയിന്റ്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം,
വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്യസന്തപ്ത ലോകസ്താംബു മിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. വന്യസന്തപ്ത ലോകസ്താംബു ബിന്ദുന, ഈ പൊള്ളിയിരിക്കുന്ന ലോഹത്തകിടിലേക്ക് വെള്ളത്തുള്ളി വീഴുമ്പോൾ അത് വറ്റിപ്പോകുന്നത് പോലെ ക്ഷണഭങ്കുരമാണ് മർത്യജന്മം എന്നാണ് പറയുന്നത്. ഭോഗങ്ങളെല്ലാം ഇതുപോലെ ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്, മിന്നൽ പോലെ ചഞ്ചലമാണ്. പെട്ടെന്ന് മിന്നൽ വരും, അത് പോകും. സത്യത്തിൽ എഴുത്തച്ഛൻ്റെ ഈ സിദ്ധാന്തം ഇന്ത്യയിലെ ബഹുജനങ്ങളോ ഇന്ത്യയിലെ ദളിതരോ ഇന്ത്യയിലെ ആദിവാസികളോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോ കേൾക്കാനേ പാടില്ല. കാരണം ഭൗതികാസ്പദങ്ങളുള്ളവരല്ലേ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യാതൊരു യോഗവും യാതൊരു അവസ്ഥയും ഇന്ത്യയിലെ ദളിതർക്കോ ആദിവാസികൾക്കോ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കോ സമൃദ്ധമായി ഉണ്ടായിട്ടില്ല. ആരാണ് ഭോഗങ്ങളെ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഇന്ത്യയിലെ വരേണ്യ വിഭാഗമാണ്. കേരളത്തിലെ വരേണ്യ വിഭാഗമാണ് ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവരാരെങ്കിലും ഈ വാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഇല്ല. NSSO അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ എഴുത്തച്ഛൻ്റെ ഈ വാക്യങ്ങൾ കേട്ടിട്ട് നാളെ മുതൽ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രവാചഞ്ചലമാണ്, അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ദളിതരെ ആദിവാസികളെ പിന്നോക്കക്കാരെ നമ്മുടെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തിയേക്കാം എന്നവരാരെങ്കിലും ചിന്തിക്കുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ പാർശ്വവൽകൃതർ, അരികുവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ളവർ ഭൗതികാസ്പദങ്ങൾക്കായി നടത്തുന്ന സമരങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒന്നാണ് എഴുത്തച്ഛൻ്റെ ഇത്തരം സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. അത് ഭൗതികാസ്പദങ്ങൾക്കായിട്ടുള്ള നമ്മുടെ സമരങ്ങളെ നിർവീര്യമാക്കും എന്നുള്ളത് സംശയരഹിതമായ ഒരു കാര്യമാണ്. ഇത്തരം കാഴ്ചപ്പാടുകളല്ല പൊയ്യേലപ്പച്ചൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പൊയ്യേലപ്പച്ചൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ചെയ്തത്, പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വർണ്ണവ്യവസ്ഥയും ഇതുപോലെ മനുഷ്യൻ്റെ ഗുണങ്ങളെ അടിസ്ഥാനത്തുള്ളതായിട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം സമീപകാലത്തുണ്ടായ ഒരു സുപ്രീം കോടതി വിധിയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ ജാതി വ്യവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാമൂഹ്യ വിരുദ്ധമായ ഒന്നല്ല, മറിച്ച് മനുഷ്യൻ്റെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ വളരെ ധനാത്മകമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണെന്നാണ്. അത് എന്ന ഗ്രന്ഥപാഠങ്ങളിൽ നിന്ന് അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? രണ്ട് തരത്തിൽ നമ്മളിതിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിൻ്റെ പുറകെ പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇങ്ങനെ പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നത് അത്ഭുതപ്പെടാനേ ഇല്ല. കാരണം സുപ്രീം കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം അതിൻ്റെ മുൻവാതിൽ പൂട്ടിയിരിക്കുമ്പോൾ പിൻവാതിലിലൂടെ ഭരണഘടന സംരക്ഷിക്കേണ്ട, നീതിന്യായ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ട, ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ആളുകൾ ജാതി വർണ്ണ വ്യവസ്ഥയെ പിൻവാതിലിലൂടെ ഭരണഘടനയ്ക്കുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ട, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കണക്കുകൾ പരിശോധിച്ച വളരെ വിശദമായിട്ട് താങ്കൾ ഇതിനെപ്പറ്റി ലേഖനം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഭൂരിഭാഗവും വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ പാരമ്പര്യമായിട്ട് അനുശീലിച്ച് വന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും, ചാറ്റർജിയും ത്രിപാഠിയും ചതുർവേദിയും ത്രിവേദിയും ഈ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണല്ലോ ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു രസകരമായൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ആ സ്ത്രീയുടെ നോട്ടം സുപ്രീം കോടതിയുടെ ഒഴിഞ്ഞ ജഡ്ജിയുടെ കസേരയിലായിരിക്കുമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. ഇതാണ് നമ്മുടെ കോടതികളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ ക്ലാസസ്, പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം അധികാരസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ പ്രാതിനിധ്യ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ ഈ പറയുന്ന ജഡ്ജിമാരുടെ കണക്ക് പരിശോധിച്ചാൽ ഇത്രയും കാലത്തെ ഒരു ചരിത്രം സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് സുപ്രീം കോടതി സ്ഥാപിതമായിട്ട് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എത്ര ദളിത് ജഡ്ജിമാരുണ്ട്, എത്ര ആദിവാസി ജഡ്ജിമാരുണ്ട്. ശൂന്യാൽ ശൂന്യതരമെന്നോ ശുഷ്കമെന്നോ പറഞ്ഞാൽ അത്ഭുതത്തിന് അവകാശമില്ല. ആകെ പറയാനായിട്ട് 1-2 പേരുണ്ടാവും. ഒരു ടേമിലെ തന്നെ കണക്കെടുത്ത്, ഒരു വർഷത്തെ കണക്കെടുത്ത് 2 പേര് കാണും. ഇത്രയും കാലത്തിനിടെ എത്ര ആദിവാസികൾ വന്നു എന്ന് വെച്ചാൽ 2 പേരോ 3 പേരോ, അതിലപ്പുറത്തേക്ക് ആദിവാസികളില്ല. ദളിതരോ ആദിവാസികളോ LLBക്ക് പോകാത്തത് കൊണ്ടാണോ, LLMന് പോകാത്തത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? അല്ല.
നമ്മുടെ ഉന്നത നീതിപീഠങ്ങളെ ഈ വർണ്ണധർമ്മ വ്യവസ്ഥ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വർണ്ണധർമ്മ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാണ്ഡുരംഗ് വാമൻ ഖാനെ, PV ഖാനെ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ജഡ്ജിയായിരുന്നു. ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അദ്ദേഹമാണ്, 6 വോള്യമുള്ള. അപ്പം ധർമ്മശാസ്ത്രങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിച്ച പണ്ഡിതനാണ്, ജഡ്ജിയാണെന്ന് ആലോചിക്കണം. പക്ഷേ അദ്ദേഹം മനുസ്മൃതിയെപ്പറ്റിയും യാജ്ഞവൽക്യ സ്മൃതിയെപ്പറ്റിയും ധർമ്മസൂത്രങ്ങളെ സംബന്ധിച്ചും ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട്. വിമർശനാത്മകമായ എൻഗേജ്മെൻ്റ് ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല, പക്ഷെ ഒരു വലിയ വിവരശേഖരണം അതിനകത്തുണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം വരേണ്യ വിഭാഗത്തിൽ നിന്ന് വരുന്ന ജഡ്ജിമാരൊക്കെ തന്നെ ഈ വർണ്ണധർമ്മ വ്യവസ്ഥയെ പരിപാലിക്കുന്നവരായി അറിഞ്ഞോ അറിയാതെയോ മാറിത്തീരുന്നു എന്നുള്ളത് ആണ് നമ്മളുടെ ഭരണഘടന നേരിടുന്ന വലിയൊരു പ്രശ്നം. അതുൽ ശ്രീധരനെ പോലെയുള്ള എണ്ണം പറയാവുന്ന ചില ആളുകളല്ലാതെ ഇന്ത്യൻ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ളത് നമ്മുടെ കാലം നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിവൽസന്ധിയാണ്. 2, ഈ വർണ്ണധർമ്മ വ്യവസ്ഥയെ അതിനെ ഉയർത്തിപ്പിടിച്ചവരാരൊക്കെയാണ് നമ്മൾ പരിശോധിക്കണം. ഭഗവത്ഗീതയ്ക്ക് ഗീതാരഹസ്യം എന്ന് പറഞ്ഞ വ്യാഖ്യാനം എഴുതുന്നുണ്ട് തിലകൻ. ഈ ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്നും ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയെ നിലനിർത്താനും പരസ്പരം കലഹം ഉണ്ടാകാതിരിക്കാനും വേണ്ടി ഉണ്ടായ ഒന്നാണ് ചാതുർവർണ്ണ്യം എന്നാണ് തിലകൻ ഗീതാരഹസ്യത്തിൽ വാദിക്കുന്നത്. ചില ആൾക്കാർ സേവനം ചെയ്യാനുണ്ടാവുക, പൂജാരിമാരായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവുക, ഇത് ലോകത്തിൻ്റെ ആവശ്യമാണെന്ന് പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു. ഓരോ ഭൂഖണ്ഡവും ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. ഒരു ഭൂഖണ്ഡത്തിലുള്ളവർ മുഴുവൻ ബ്രാഹ്മണർ, ഒരു ഭൂഖണ്ഡത്തിലുള്ളവർ മുഴുവൻ ക്ഷത്രിയർ, ഒരു ഭൂഖണ്ഡത്തിൽ മുഴുവനുള്ളവർ വൈശ്യർ, മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ളവർ ശൂദ്രർ. ഇന്ത്യൻ ഭൂഖണ്ഡം ഇങ്ങനെ ഈ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെ ചാതുർവർണ്ണ്യം അനുസരിച്ച് തരം തിരിക്കണമെന്ന് വാദിച്ച ആളാണ് തിലകൻ. അദ്ദേഹമൊക്കെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പ്രത്യേകം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ശൂദ്രരുടെയാണെന്ന് വിചാരിച്ചാൽ പോരെ? അല്ല, അങ്ങനൊരു വാദം വിവേകാനന്ദൻ പിൽക്കാലത്ത് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന ശൂദ്രന്മാരുടേതാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു ഇന്ത്യൻ ഭൂഖണ്ഡം ശൂദ്രരാണെന്നൊരു വാദം ഒരിക്കലും തിലകൻ അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ആര്യന്മാരുടെ ഉൽപ്പത്തി കേന്ദ്രം ഇന്ത്യ ആയിരുന്നു എന്നും ഇന്ത്യയിൽ നിന്നാണ് ആര്യന്മാർ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയി എന്ന് വാദിച്ച ആളാണ് തിലകൻ. അതിനുവേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതി. അങ്ങനെ മധ്യപ്രദേശം, അതായത് ഈ സെൻട്രൽ പ്രദേശം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിലായിരുന്നു എന്ന് ധ്രുവനക്ഷത്രത്തെയൊക്കെ വ്യാഖ്യാനിച്ച് അതിൻ്റെ സ്ഥാനമൊക്കെ കണക്കാക്കി ചരിത്രവിരുദ്ധമായ വാദഗതി അവതരിപ്പിച്ച ആളാണ് തിലകൻ. ഇങ്ങനെ ചാതുർവർണ്ണത്തെ അദ്ദേഹം തിലകൻ ഗീതാരഹസ്യത്തിൽ വ്യാഖ്യാനിച്ചു വെച്ചു. ഇതേ സംഗതി പിന്നീട് വിവേകാനന്ദൻ തുടരുന്നുണ്ട്. ജാതി വ്യവസ്ഥ ഈശ്വരൻ നൽകിയ മഹത്തായ അനുഗ്രഹമാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല. ഈ ബ്രാഹ്മണ്യത്തെയും ജാതി വ്യവസ്ഥയും സംരക്ഷിക്കാനാണല്ലോ ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്ന് ശങ്കരൻ ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ടല്ലോ എന്നുകൂടി വിവേകാനന്ദൻ പറയുന്നുണ്ട്. ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണത്വത്തെയും സംരക്ഷിക്കാൻ ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നു എന്ന് ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ടല്ലോ. ശരിയാണ്. വളരെ കൃത്യമായിട്ട് വിഷ്ണു അവതരിക്കുന്നത് ചാതുർവർണ്ണയത്തെ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഗാന്ധിയെ കാണേണ്ടത്. ഗാന്ധി ചാതുർവർണ്ണയത്തെ അംഗീകരിച്ചിരുന്ന ഒരാളാണ്. ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്ന് വാദിച്ച ഒരാളാണ്. 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം വൈക്കത്തെത്തുമ്പോൾ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ വളരെ നല്ലതാണെന്ന് പ്രസംഗിക്കുകയും കൂടെ ചെയ്തു. വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ ഒരിക്കലും മോശമായൊരു കാര്യമാണെന്ന് അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടേയില്ല. അദ്ദേഹം ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കോട്ടമായിട്ട് അയിത്തത്തെയും തൊട്ടുകൂടായ്മയും കണ്ടു. അതിനുവേണ്ടി അദ്ദേഹം ഈ പറയുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള വലിയ സമരം, അയിത്തോച്ചാടന സമരങ്ങൾ ഇന്ത്യ മുഴുവൻ ഉയർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കാര്യം അങ്ങനെ ഇരിക്കെ അംബേദ്കർ പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേക ഭാഗത്തെ മാത്രമാണ് ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത്. സമഗ്രമായി അതിൻ്റെ അടിയാധാരമായ ചാതുർവർണ്ണ വ്യവസ്ഥയെ
ഇല്ലാതാക്കാൻ ഗാന്ധി പരിശ്രമിച്ചില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട് ഒരിടത്ത്, ഈ ദളിതർ അവരുടെ എല്ലാ ആശ്രയവുമാണെന്ന് കരുതുന്ന ഗാന്ധി ഭഗവത്ഗീത അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും താഴേക്കിടയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ ഒരു മോശം പരിപാടിയാണെന്ന്, ഒരു മോശം വ്യവസ്ഥയാണെന്ന് ഒരിക്കലും ഗാന്ധി കരുതിയിരുന്നില്ല. തന്നെയല്ല, അദ്ദേഹം ആലുവായിൽ പ്രസംഗിക്കുന്നുണ്ട്, കൂർക്കഞ്ചേരിയിൽ ഈഴവർ നടത്തിയ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവേ പറയുന്നൊരു കാര്യം, നാരായണ ഗുരുസ്വാമികളെ കണ്ടതിന് ശേഷം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിലാണല്ലോ നാരായണ ഗുരുസ്വാമികളുമായിട്ട് ഗാന്ധി സംവാദം നടത്തുന്നത്. ഗാന്ധിയും ഗുരുവുമായിട്ടുള്ള സംവാദത്തിന് ശേഷം ഗുരുവിൽ നിന്നുള്ള ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ഗാന്ധിക്ക് മാറ്റം ഉണ്ടായെന്നാണ് ചില ആളുകൾ പറഞ്ഞ് പരത്തുന്നത്. ഒരു മാറ്റം ഉണ്ടായില്ല. ഗുരുവിനെ കണ്ടതിന് ശേഷവും വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥ വളരെ നല്ലതാണെന്നാണ് ആലുവായിൽ അദ്ദേഹം പ്രസംഗിച്ചത്. വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥ വളരെ നല്ലതാണെന്നാണ്. വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥ വളരെ മെച്ചപ്പെട്ടൊരു സാമ്പത്തിക ശാസ്ത്ര ആണെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെ വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയെ തിലകൻ, അതുപോലെ തന്നെ വിവേകാനന്ദൻ, പിന്നീട് ഗാന്ധി, ഇവരെല്ലാം ന്യായീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റുകളിലേക്ക് വന്നാൽ, നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും ആധികാരികമെന്ന് വിശേഷിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് ഈ വർണ്ണവ്യവസ്ഥയെ കാണുന്നത്? ഇപ്പോൾ വർണ്ണവ്യവസ്ഥയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും പഴയ രൂപം നമുക്ക് കാണുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് പറയുന്നത്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ഉണ്ടായി. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത, രാജന്യൻ ക്ഷത്രിയനുണ്ടായി ബാഹുക്കളിൽ നിന്ന്. ഊരു തദസ്യ വൈശ്യ, ഊരുക്കളിൽ നിന്ന്, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി. 10-ാം നൂറ്റാണ്ടിലെ ഭാഗവത പുരാണത്തിലേക്ക് എത്തുമ്പോൾ ഭാഗവത പുരാണത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. വിരാട് പുരുഷൻ്റെ മുഖം ഉത്തമാംഗമാണ്, പാദം അധമാംഗമാണ്. ഉത്തമാംഗമായ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും അധമാംഗമായ പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണെന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ചിലർ വ്യാഖ്യാനിക്കുന്നത് ഈ ചാതുർവർണ്ണയത്തിലുള്ള എല്ലാവരും തുല്യരാണെന്നാണ്. ശൂദ്രനും വൈശ്യനും എല്ലാവരും തുല്യരാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ പദവി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ച് വെക്കുന്നത്. അല്ല. മനുസ്മൃതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ശൂദ്രൻ സ്വത്താർജിക്കാൻ പാടില്ല, ശൂദ്രൻ വിദ്യ ആർജിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൗതമധർമ്മസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അധഹാസ്യ വേദമുപസൃണ്ണത സ്ത്രഭുജതുഭ്യാം ശ്രോത്രപ്രതിപൂരണം ഉച്ചാരണേ ജിഹ്വാച്ഛേദ ധാരണേ ശരീരഭേദ. വേദം കേട്ടുകൊണ്ടൊരു ശൂദ്രൻ വന്നാൽ അയാൾ വേദം ഉച്ചരിച്ചാൽ ഉച്ചാരണേ ജിഹ്വാച്ഛേദ, വേദം ഉച്ചരിച്ചാൽ ജിഹ്വ ഛേദിച്ച് കളയണം, നാക്ക് മുറിച്ച് കളയണം. ധാരണേ ശരീരഭേദ, വേദം അവൻ മനസ്സിലാക്കിയാൽ അവൻ്റെ ശരീരം വെട്ടിപ്പിളർക്കണമെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി കടത്തി ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണ്, ശൂദ്രൻ ശ്മശാനമാണെന്നാണ് പറയുന്നത് ശങ്കരാചാര്യർ, പട്ടടയാണെന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്താണ്, പൊയ്കയിലപ്പച്ചൻ ഈ പഴിപറച്ചിൽ എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട്. പഴിപറച്ചിൽ എന്താണ് ഈ പഴിപറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അയാൾ എത്ര നന്മ ചെയ്താലും, അയാൾ എത്രമാത്രം മഹനീയമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, സമൂഹത്തിൻ്റെ മുമ്പിൽ അയാൾ എത്ര വലിയ മഹോന്നതനാണെങ്കിലും ഒരിക്കലും സമൂഹം അയാൾ അംഗീകരിക്കത്തില്ലെന്ന് മാത്രമല്ല, പഴികൾ കൊണ്ട് അയാളെ മൂടിക്കൊണ്ടിരിക്കും. ഈ പഴിപറച്ചിലാണ് ശൂദ്രൻ ശ്മശാനമാണെന്ന് ശങ്കരൻ പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. അത് നമ്മൾ സാഹിത്യത്തിൽ പരിശോധിച്ചാൽ അറിയാം. നമ്മൾ മലയാള സാഹിത്യം പരിശോധിച്ചാൽ വ്യക്തമാണല്ലോ. ഇപ്പോൾ ദളിത് എഴുത്തുകാർ എന്നാണ് പറയുന്നത്, ദളിത് സാഹിത്യകാരന്മാർ. ആരെങ്കിലും നായർ സാഹിത്യകാരൻ, MT വാസുദേവൻ നായരെ നായർ സാഹിത്യകാരൻ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ആരും വിളിക്കാറില്ല. പ്രഭാവർമ്മയെ ആരെങ്കിലും സവർണ സാഹിത്യകാരൻ എന്ന് വിളിക്കാറുണ്ടോ? സാഹിത്യകാരൻ എന്നേ പറയാറുള്ളൂ.
ഇപ്പോൾ ഗോത്രകവി, ഗോത്രകവി. അപ്പം കേരളത്തിലെ വരേണ്യർ പൊതുവാണ്, അതെ. പക്ഷേ ദളിതരും ആദിവാസികളും പൊതുവല്ല. അപ്പോൾ പഴിപറച്ചിലുകളിലൂടെ അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു. ഈ പഴിപറച്ചിലൂടെയാണ് അധികാരസ്ഥാനത്ത് നിന്ന് അകറ്റി നിർത്തുന്നത്. ഈ ഒരു സംഗതിയാണ് ഈ വർണ്ണക്രമത്തിൻ്റെ ഈ ഒരു ഭയങ്കര ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ ഗ്രന്ഥപാഠങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും, അതിശക്തമായിട്ട് നമുക്ക് കാണാൻ. ഇതിനെ ഉല്ലംഘിച്ച ഒരാളേ ഉള്ളൂ, അത് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളാണ്. ഇപ്പോൾ സംസ്കൃതം അങ്ങനെ ഒരു അധികാരത്തിൻ്റെ ഭാഷയായിട്ട് മാറുന്നു എന്നുള്ള തിരിച്ചറിവിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ റോമില താപ്പറൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വൈവിധ്യമാർന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചാർവാക പാരമ്പര്യം, അല്ലെങ്കിൽ ബുദ്ധ ജൈന പാരമ്പര്യങ്ങൾ, അങ്ങനെ ഒരു വളരെ വൈവിധ്യമുണ്ടായിരുന്ന, നാനാത്വം നിലനിന്നിരുന്ന, നാനാത്വത്തെ അംഗീകരിച്ചിരുന്ന ഒരു ചരിത്രവും സംസ്കാരവും നമുക്കുണ്ടെന്ന് പറയാറുണ്ട്. അതിന് എത്രമാത്രം ഒരു പ്രസക്തിയുണ്ട് നമ്മുടെ ഒരു സാംസ്കാരിക വളർച്ചയിൽ? നമ്മൾ നാനാത്വത്തെ അംഗീകരിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. വൈവിധ്യം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ് ശരി. വൈവിധ്യം ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്താണ് ബ്രാഹ്മണ്യം ഇക്കാര്യത്തിൽ ചെയ്തത്? ബ്രാഹ്മണ്യം ഈ വൈവിധ്യങ്ങളെ സ്വാംശീകരിച്ച് അങ്ങ് ഇല്ലാതാക്കി. അതാണ് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് പറയുന്നുണ്ട്. ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ് അവർ ആ പ്രോസസ്സിനെ വിശദീകരിച്ചത്. ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ, ബ്രാഹ്മണ്യ സ്വാംശീകരണം. അതായത് ബുദ്ധൻ യാഗയജ്ഞാദി പാരമ്പര്യങ്ങൾക്കെതിരായി നിലപാടെടുത്തു. അദ്ദേഹം ഹിംസാത്മകമായ യാഗയജ്ഞങ്ങൾക്കെതിരെ പോരാടി. അപ്പോൾ എന്തു ചെയ്തു? ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് അങ്ങ് സ്വാംശീകരിച്ചു. എന്നിട്ട് ഭാഗവത പുരാണത്തിൽ പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. അസുരന്മാരെ മോഹിപ്പിക്കാനാണ് ബുദ്ധൻ അവതരിച്ചത്. ആരാണ് അസുരന്മാർ? അസുരന്മാരെന്ന് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം അടയാളപ്പെടുത്തിയത്. അപ്പോൾ അവരെ മോഹിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബുദ്ധൻ അവതരിച്ചത് എന്ന് പറയുന്നതിലൂടെ ബുദ്ധൻ പറഞ്ഞതെല്ലാം തെറ്റാണ്, ശരിയായിട്ടുള്ള കാര്യം വേറെയാണ്, അത് ഇന്ത്യൻ ബ്രാഹ്മണ്യ പൗരോഹിത്യം പറഞ്ഞതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ഭാഗവത പുരാണം സ്ഥാപിച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ട്, ഇത് ബുദ്ധൻ്റെ കാര്യത്തിൽ മാത്രമല്ല. വരാഹം, പന്നി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ആ വരാഹത്തെ ഇന്ത്യൻ ബ്രാഹ്മണ്യം വരാഹ അവതാരമായിട്ട് സ്വാംശീകരിച്ചു. ഇന്ത്യയിലെ തദ്ദേശീയ ദൈവസങ്കല്പങ്ങളെല്ലാം ബ്രാഹ്മണ്യം ഇങ്ങനെ സ്വാംശീകരിച്ചു. ഇന്ന് ലോകത്തറിയപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ദൈവം ആദ്യകാലത്ത് ശബരർ എന്ന് പറയുന്ന അവിടുത്തെ ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു പുരിയിലെ ആദ്യകാലത്തെ ദൈവം. വൃക്ഷത്തിൻ്റെ തടിയിലാണ് അവർ ആ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ആ ബ്രാഹ്മണ പൗരോഹിത്യം എന്ത് ചെയ്തു? പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ആ ഗോത്രവിഭാഗത്തെ പുറത്താക്കുകയും ക്ഷേത്രം ബ്രാഹ്മണ്യത്തിൻ്റെ കൈകളിലേക്ക് വരികയും ചെയ്തു. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ വ്യത്യസ്ത പാരമ്പര്യങ്ങളെല്ലാം ബുദ്ധിസം സ്വാംശീകരിക്കുക ചെയ്തത്. ഇപ്പോൾ അശ്വഘോഷൻ്റെ ബുദ്ധചരിതം നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചുള്ളൊരു ആഖ്യാനമായിട്ട് നമ്മുടെ മുമ്പിൽ സംസ്കൃത പാരമ്പര്യത്തിൻ്റെ ഒരു വൈവിധ്യത്തിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മുടെ മുമ്പിൽ അതുണ്ട് എന്നിരിക്കത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഒരു ഛായ ഈ പറയുന്ന അശ്വഘോഷൻ്റെ ബുദ്ധചരിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർമ്മസിദ്ധാന്തം, ബ്രാഹ്മണികമായ കർമ്മ പുനർജന്മ സിദ്ധാന്തം അശ്വഘോഷൻ്റെ ബുദ്ധചരിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല സങ്കല്പങ്ങളും സ്വാംശീകരിക്കുക, എന്നിട്ട് തങ്ങളുടെ സിദ്ധാന്തങ്ങൾ അങ്ങോട്ട് ഇറക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വാർപ്പ് മാതൃകയിലായിരിക്കും പിന്നെ കാര്യങ്ങൾ നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ എക്കാലവും നിരസിച്ച് അതിനൊരു ഏകശിലാത്മകമായ യുക്തിയിലാക്കാനാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബ്രാഹ്മണ്യത്തോട് ആധുനിക കാലത്ത് കലഹിച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ ഒന്ന് നാരായണ ഗുരുവും മറ്റൊന്ന് ഡോക്ടർ അംബേദ്കറുമാണ്. അംബേദ്കർ മനുസ്മൃതി കത്തിക്കുകയും നാരായണ ഗുരു എന്നാൽ സംസ്കൃത കവിതകൾ രചിക്കുകയും അമ്പലങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലിയിൽ ഇതിനോടുള്ള പ്രതികരണത്തിൽ രണ്ട് വഴികൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ആദ്യം നമ്മൾ നാരായണ ഗുരുവിലേക്കൊന്ന് വന്നാൽ, നാരായണ ഗുരു നിരന്തരം വളർന്നുകൊണ്ടിരുന്ന ഒരാളാണെന്നാണ് സഹോദരൻ അയ്യപ്പൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
നിരന്തരം വളർന്നുകൊണ്ടിരുന്ന ആളാണ്, നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. ചുറ്റിനുമുള്ള ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും സമൂഹത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് മാറാനും കഴിവുള്ള ഒരാളായിരുന്നു നാരായണ ഗുരുസ്വാമികൾ. ഇത് സഹോദരനയ്യപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യം, നാരായണ ഗുരുസ്വാമികൾ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെയാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുസ്വാമികൾ എഴുതി വെച്ചത് അരിവപ്പുറത്ത് പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെയാണ് എന്ന് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ ആഖ്യാനങ്ങളിൽ പറയുന്നൊരു കാര്യം, പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്നെ ഗുരുസ്വാമികൾ ഇത് എഴുതിയെന്നാണ് പൊതുവെ കരുതുന്നത്. പക്ഷെ അപ്പോഴെഴുതിയതല്ല. അദ്ദേഹത്തിന് കേരളത്തിലെ ദളിതരുമായി ഒരു ചർച്ച വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ വാക്യം അവിടെ എഴുതി വെച്ചത്. ആദ്യകാലത്തല്ല, വളരെ പിൽക്കാലത്താണ് എഴുതുന്നത്. പ്രതിഷ്ഠ നടന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് നാരായണ ഗുരുസ്വാമികൾ എഴുതുന്നത് കേരളത്തിലെ ദളിതരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ്. ഒരു ഇടപെടൽ വേണ്ടി വന്നു. അതിനുശേഷമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്, അതിന് മുമ്പല്ല. അപ്പോൾ ഈ കാര്യം പക്ഷേ കാര്യമായ പഠനത്തിന് വിധേയമാകാത്തൊരു കാര്യമാണ്. അതെ അതെ. അപ്പം ഗുരു നിരന്തരം വളർന്നുകൊണ്ടിരുന്നു. നിരന്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ പരിവർത്തനത്തിലേക്ക് പോകുവാനും തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു ഗുരുസ്വാമികൾ. അതുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് ഈ മാറ്റത്തിലൊരു സുപ്രധാന പങ്കുണ്ടെന്നുള്ളതാണ്. അയ്യങ്കാളി കാണാൻ ചെല്ലുന്നുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നവരെയും കൂടി ഇവരിരുത്തിയാൽ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കൂ എന്ന് ഗുരുവിനോട് അയ്യങ്കാളി പറയുന്നൊരു രംഗമുണ്ട്. ഈ ചരിത്ര സന്ദർഭങ്ങളോട് നമുക്ക് കാണണം. അയ്യങ്കാളിയെപ്പോലെ എല്ലാ ദളിതരെയും ഒന്ന് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു വാക്യം മഹാത്മാ അയ്യങ്കാളിയിൽ നിന്ന് അവിടെ വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ദളിതരോടുള്ള ഒരു വേറുകൃത്യം, വിവേചനം സമൂഹത്തിൽ വളരെ ആഴത്തിൽ നിലനിന്നിരുന്നു. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യം നാരായണ ഗുരുസ്വാമികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരിവർത്തനമുണ്ട്. ഗുരു നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സ്വാനുഭൂതി ദശകത്തെ സംബന്ധിച്ച് പിൽക്കാലത്ത് ഒരാൾ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ അതൊന്നുകൂടി പാടാമോ, ഒന്നുകൂടി എഴുതാമോ, ഒന്ന് ഓർത്തെടുക്കാമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞത് അതെഴുതിയ ആളിപ്പോഴില്ലല്ലോ, അതെഴുതിയ ആളിപ്പോഴില്ലല്ലോ എന്നാണ് ഗുരു പറഞ്ഞത്. കാരണം ഈ സംസ്കൃത കവിതയൊക്കെ എഴുതിയ ഇല്ല. ഇപ്പോൾ ആത്മോപദേശതകത്തെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനെ പരിഹാസരൂപേണ തള്ളിക്കളയുകയാണ് ഗുരുസ്വാമികൾ ചെയ്തത്. അല്ലെങ്കിൽ നീ ചെയ്തത് വളരെ നന്നായി, ബഹുകേമം, തുടർന്ന് എഴുതിക്കോളൂ എന്നല്ല ഗുരു പറഞ്ഞത്. അങ്ങനെ ഗുരുവിൻ്റെ പരിഹാസരൂപേണയുള്ള വിമർശനം വന്നതിന് ശേഷം ആശാൻ അവിടെ വെച്ച് ആത്മോപദേശത്തിൻ്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വിവേകോദത്തിലാണ് ആ വ്യാഖ്യാനം വന്നുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം പരിവർത്തനാത്മകമായൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഒരു സാധാരണ ഭക്തനോ ഒരു സാധാരണനായ സന്യാസിയോ ആയിരുന്നില്ല. സമൂഹത്തെപ്പറ്റി ആഴത്തിൽ തിരിച്ചറിയുകയും ക്ഷേത്രം ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുമെന്ന് ആദ്യഘട്ടത്തിൽ ഗുരു കരുതിയിരുന്നു. ക്ഷേത്രങ്ങളല്ല, ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ചില ആൾക്കാരുടെ നിർബന്ധം പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ക്ഷേത്രപ്രതിഷ്ഠകൾ അത് നിർബന്ധം മൂലം ചെയ്യേണ്ടി വന്നതാ. നോക്കൂ, എന്തുകൊണ്ടാണ് ഗുരുവിന് കേരളം വിട്ട് ശ്രീലങ്കയിലേക്ക് പോകേണ്ടി വന്നത്? ഇനി നാട്ടിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് ഗുരു പറയാൻ കാരണം എന്താണ്? അത്രയ്ക്കും തീക്ഷ്ണമായ ദുഃഖങ്ങൾ ഗുരു അനുഭവിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ, അക്കാദമിക വ്യാഖ്യാനിക്കുന്നത് പോലെ ഒന്നുമല്ല ഗുരുവും അയ്യങ്കാളി അനുഭവിച്ച തീക്ഷ്ണമായ പ്രതിസന്ധികളും അതിതീക്ഷ്ണമായ മനോവ്യതകളും. അത് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളുമാണ് തീർച്ചയായിട്ടും അവർ അനുഭവിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി ഈ വേളയിൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ഗുരുവിനെ പറ്റി പറയുന്ന ഗുരു ഹിന്ദുമതത്തെ ഉറപ്പിച്ചെടുത്തു. ഗുരു ഹിന്ദുമതത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. നാരായണ ഗുരുവിനെ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ശ്യാംകുമാർ ഹിന്ദുമതത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ ഗുരുവിൽ കാണേണ്ട ഒരു പ്രത്യേകത?
നോക്കൂ, ഇന്ത്യയിൽ ഒരുപാട് സന്യാസിമാരുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിട്ടുണ്ട്, വാഗ്ഭടാനന്ദൻ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഗുരുവിനെ വേറിട്ട് കാണിക്കുന്ന എന്താണ്? ഗുരു ജാതി വ്യവസ്ഥയുടെ വിവേചനത്തെ, പെരുമാറ്റശീലങ്ങളെ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും അടിത്തട്ടിൽ പോയി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ജാതിഭേദം, മതദ്വേഷം. ജാതിഭേദം എന്നാണ് പറഞ്ഞത്, മതഭേദം എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ജാതിഭേദം പാടില്ല, മതവിദ്വേഷവും പാടില്ല, മതഭേദം പാടില്ല എന്നല്ല ഗുരു ഉപയോഗിച്ചത്, മതവിദ്വേഷം പാടില്ല എന്നാ. ഇങ്ങനെ കാര്യങ്ങളെ അതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ഗുരു തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഗുരു ഒരു കാര്യം, ഒരു ശിവഗിരിയിൽ ഒരാളെ സന്ദർശിക്കാൻ വരുമ്പോൾ ഗുരു പറയുന്നു, അയാൾ പറയുന്നുണ്ട് അധകൃതർ. ഗുരു തിരുത്തുന്നുണ്ട്, അധകൃതരല്ല. ഇതേ കാര്യമാണ്. നോക്കൂ, പൊയ്കയിൽ അപ്പച്ചൻ്റെ ജീവിതം നോക്കുമ്പോൾ അറിയാം, പൊയ്കയിൽ അപ്പച്ചൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിച്ചമർത്തപ്പെട്ടവരെന്നല്ല. പൊയ്കയിൽ അപ്പച്ചൻ്റെ കൃതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പഴിക്കപ്പെട്ടവരെന്നാ. അടിച്ചമർത്തപ്പെട്ടവരാണെങ്കിൽ നമുക്ക് കറുത്തവർഗ്ഗക്കാർ അടിച്ചമർത്തപ്പെട്ടു, ആ അടിച്ചമർത്തലിനെതിരെ നമുക്ക് പോരാട്ടത്തിലൂടെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. പക്ഷെ പഴിക്കപ്പെടുന്നവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. പഴിക്കപ്പെടുന്നവർ എക്കാലം ഈ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് രംഗം എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം. ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അംബേദ്കറുടെ ജീവിതത്തിലേക്ക് വന്നാൽ നോക്കൂ, ആദ്യകാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറും നാസിക് ക്ഷേത്ര സമരത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ക്ഷേത്രപ്രവേശനം വേണ്ടതാണെന്ന് ബാബാ സാഹേബ് വിചാരിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശനമല്ല വേണ്ടത് എന്നും അധികാരവും അതുപോലെ തന്നെ ഭരണരംഗത്തുമുള്ള അധികാരവുമാണ് വേണ്ടതെന്നും അതിലുള്ള പ്രാതിനിധ്യമാണ് വേണ്ടതെന്നുള്ള ഒരു മാറ്റത്തിലേക്ക് ആര് വരുന്നുണ്ട്? ഡോക്ടർ ബി ആർ അംബേദ്കർ വരുന്നുണ്ട്. ഈ വ്യത്യാസം നമ്മൾ കാണണം. അപ്പം സംസ്കൃത കൃതി എഴുതിയ നാരായണ ഗുരുവിൽ നിന്നും അതൊന്നും എഴുതാത്ത നാരായണ ഗുരുവിലേക്ക് പിൽക്കാലത്ത് വരുന്നുണ്ട്. ജനനീ നവരത്നമഞ്ജരി എഴുതിയ നാരായണ ഗുരുവിൽ നിന്നാണ് ജാതിഭേദമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുന്ന വിളംബരം നടത്തിയ, ജാതി മതമില്ല വിളംബരം, നാം ജാതി മതഭേദങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന വിളംബരത്തിലേക്ക് ഗുരു എത്തുന്നുണ്ട്. ഈ അസാധാരണമായ മാറ്റം നമ്മൾ കാണണം. നോക്കൂ, അംബേദ്കറിലും ഗുരുവിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാമ്യമുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. ഇത് അംബേദ്കറും പറയുന്നു, ഗുരുവും പറയുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അംബേദ്കർ എന്ത് പറയുന്നു? എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ താരതമ്യം ചെയ്ത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുന്നു. നാരായണ ഗുരുസ്വാമികൾ ജാതി നിർണയവും ജാതി ലക്ഷണവും എഴുതുന്നു. നാരായണ ഗുരുസ്വാമികൾ പറയുന്നു ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരിവുപ്പുറത്തെഴുതിയ അതേ ഗുരു പറയുന്നു, യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി, മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ. ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിൻ്റെ ഒരു അനിഹിലേഷൻ ഓഫ് കാസ്റ്റാണ് നാരായണ ഗുരുസ്വാമികളുടെ ജാതി നിർണയവും ജാതി ലക്ഷണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ജാതിക്കെതിരായ ഒരു ദാർശനികമായ ഒരു ചിന്താ പദ്ധതി നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ ബി ആർ അംബേദ്കറും പങ്കുവെക്കുക മാത്രമല്ല, സമൂഹത്തിലേക്ക് വലിയ രീതിയിൽ അത് പടർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.